Hello, good evening all. Good evening. Good evening. Good evening. Good evening. Okay, fine. ഓക്കെ, അപ്പൊ ഇന്നലത്തെ നമ്മളെ ക്ലാസ് ബേസിക്സ് എല്ലാവരും എന്താ പറയാ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നെല്ലാരും ബുക്ക്, പേന, റബ്ബർ ബാൻഡ് ഉണ്ടോ? റബ്ബർ ബാൻഡ് ഉണ്ട്. റബ്ബർ ബാൻഡ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഒന്ന് കാണിച്ച് റബ്ബർ ബാൻഡിന്റെ സൈസ് ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു തന്നെ. ഓക്കെ, ഫൈൻ. കണ്ട് രാമൻ സാറിനെ കണ്ട്. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് എന്റെ വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബാക്കിയുള്ള ആൾക്കാരും എന്താ പറയാ ഇത് കാണിക്കണില്ല റബ്ബർ ബാൻഡ്. ക്ലിയർ. ആ, ബാക്കിയുള്ളവർ റബ്ബർ ബാൻഡ് ആരും കാണിക്കണില്ല. ഓക്കെ, സഗീർ യെസ് പറഞ്ഞിട്ടുണ്ട്. സഗീർ അന്നൊരു ആ റബ്ബർ ബാൻഡ് സൈസ് ഒന്ന് കാണിച്ചേ. ഓക്കെ മതി. ആ സൈസ് ഒക്കെ മതി, ധാരാളം. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് പേരും കൂടി വരാനുണ്ട്. നമുക്ക് ജസ്റ്റ് എന്താ പറയാ ഇന്നലത്തെ റിവിഷൻ പോലെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഓരോരുത്തർ എന്താ പറയാ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. അപ്പൊ ജസ്റ്റ് ഓരോരുത്തരായിട്ട് എങ്ങനെയുണ്ട് ഇല്ല പറഞ്ഞു വരാം. എല്ലാരും ആ റബ്ബർ ബാൻഡ് ഒന്ന് കയ്യിലേക്ക് ഇട്ടോ. ഒരു ഇതിനു വേണ്ടി എല്ലാവരും കയ്യിലുള്ള റബ്ബർ ബാൻഡ് കയ്യിലേക്ക് ഇട്ടോ. കയ്യിലിങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഓക്കെ, എല്ലാരും കയ്യിലിട്ടോ. ഓക്കെ, നമുക്ക് എന്താ പറയാ ക്ലാസ് ഇപ്പൊ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ 16 പേരായിട്ട്. ഓക്കെ, നമുക്ക് ഒരു റിവിഷൻ പോലെ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതില് ഓർഡറിൽ തന്നെ ഇപ്പൊ ഇതിന്റെ ലിസ്റ്റിൽ കാണുന്ന ഓർഡറിൽ തന്നെ പോവാം. ആദ്യം രാമൻ സാറിന്റെ ഫസ്റ്റത്തെ നമ്മൾ എന്താണ് പഠിച്ചതെന്നുള്ളതൊന്ന് പറ. ഇന്നലെ നമ്മൾ പഠിച്ചത് ഇന്നലെ ആഡിങ് സ്റ്റോക്സ് ഇൻ ദ വാച്ചിങ് ലിസ്റ്റ്. നമ്മൾ ആദ്യം ഇൻഡെക്സ് ആഡ് ചെയ്യണം. ഇൻഡെക്സ്. പിന്നെ അത് പിന്നെ എങ്ങനെ ചെയ്യുന്നത് അത് പഠിച്ചു. പിന്നെ ഹൗ ടു മേക്ക് വാച്ച് ലിസ്റ്റ്. ഓക്കെ, അത്ര മതി. ഇനി അടുത്ത ആള് റെഡ്മി എന്നാണ് ഇതിന്റെ അകത്ത് കാണിച്ചേക്കുന്നത്. പേര് മാറ്റിയിട്ടില്ല, റെഡ്മി. ഓക്കെ, എന്താ പേരെന്തായിരുന്നു? ജേക്കബ് തന്നെയാണ്. ജേക്കബ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്നലെ ജേക്കബ് തന്നെയല്ലായിരുന്നു പേരുണ്ടായത്? അതെ, ഞാൻ അല്ല, വേറൊരു ജേക്കബും കാണുന്നുണ്ട് ഇതിന്റെ അകത്ത്. 2 ജേക്കബ് ഉണ്ടല്ലേ ക്ലാസ്സിൽ? ഇല്ല, അത് രണ്ടും ഞാൻ. ഓക്കെ, 2 സാർ തന്നെയാണ്. ഓക്കെ, ഫൈൻ. അന്ന് പിൻ ചെയ്തിട്ട് ബാക്കിയുള്ള പറഞ്ഞോ. പിൻ ചെയ്തിട്ട് നമ്മൾ പിന്നെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യണം എല്ലാ രാമൻ സാർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പിന്നീട് നമ്മൾ ഓർഡർ ഇടുന്നതിനെ കുറിച്ചാണ്. സ്റ്റോക്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താ സ്റ്റോക്സ് ബൈ ചെയ്യുന്നതിന് രീതികൾ, അതായത് മാർക്കറ്റ് ഓർഡർ, നമ്മുടെ പിന്നെന്താണ് ഓർത്തോക്ക് മാർക്കറ്റ് ഓർഡർ ഉണ്ടായി. പിന്നെ വേറെ എന്തോ മാർക്കറ്റ് ഓർഡർ നമ്മുടെ ഫിക്സഡ് പ്രൈസിൽ നമ്മുടെ മാർക്കറ്റ് ഓർഡർ എന്തായിരുന്നു? ലിമിറ്റ് ഓർഡർ. മാർക്കറ്റ് ഓർഡർ എന്തായിരുന്നു? മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ അപ്പോൾ ഉള്ള പ്രൈസിലുള്ള ബൈ. ഓക്കെ, ഫൈൻ. അപ്പൊ അടുത്ത ആൾക്ക് പോവാം നമുക്ക്. ഇനിയിപ്പോ അടുത്ത സഗീർ ആണുള്ളത്. സഗീർ വരെ വോയിസ് ഇട്ടാലും മതി. സഗീർ വോയിസ് ഇട്ടാലും കുഴപ്പമില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള എന്ന് പറയണ്ടായിരുന്നു. സഗീർ മൈക്കും ഇല്ലാന്ന് പറഞ്ഞിട്ടായാലും ഇന്നലെ. ഓക്കെ, എന്നാ പിന്നെ അനീഷ് ഓക്കെ, കുഴപ്പമില്ല സഗീർ. അനീഷ് പറഞ്ഞോ. ക്യാമറയിലേക്ക് വന്നാൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഞാൻ പുറത്തല്ല സാറേ. ഓക്കെ, കുഴപ്പമില്ല. അടുത്തേക്ക് ക്യാമറ പുറത്തല്ലേ? കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തുടക്കത്തോളം SLM വരെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടുള്ളൂ. കണ്ടുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പുള്ള ഭാഗമാണ് ഇപ്പൊ നമ്മൾ പറയേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഒരു ബൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ
അതില് നമ്മൾ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് മാർക്കറ്റ് ഓർഡർ ലിമിറ്റ് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് മാർക്കറ്റ് ഓർഡർ എന്താണെന്നില്ല ജേക്കബ് സാർ ഇപ്പൊ പറഞ്ഞ് ബാക്കി ലിമിറ്റ് ഓർഡർ എന്താണെന്നുള്ള പറ. അത് ലിമിറ്റ് ഓർഡർ നമ്മള് പ്രൈസ് ലിമിറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ? പ്രൈസ് ലിമിറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാ? സ്റ്റോപ്പ് ലോസിന്റെ കാര്യങ്ങൾ സ്റ്റോപ്പ് ലോസിന്റെ അതുവരെ വേണ്ട. അതിന്റെ മുമ്പ് നമ്മൾ ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൈ ലിമിറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയി കിടക്കും? അത് ഓർഡറിൽ എവിടെ കിടക്കാം? പൊസിഷനിൽ അല്ല, പൊസിഷനല്ല, പ്ലേസ് ഓർഡറിൽ തന്നെ കിടക്കും. ഓർഡേഴ്സിൽ പൊസിഷനിൽ വരൂല, ഓർഡേഴ്സിൽ പ്ലേസ് ഓർഡറിൽ കിടക്കും. മാർക്കറ്റ് ഓർഡർ എടുത്താലാണ് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പൊസിഷൻ. ഇപ്പൊ അടുത്ത ആളെ നമുക്ക് വിളിക്കാം. അജിത് കുമാർ സാറ്. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അടുത്ത പോയിന്റ് പറയാം. ഇല്ലേ അജിത് കുമാർ സാർ ഇല്ലേ? എന്നാ ബിജു ജോണ്. ബിജു ജോൺ. സാറേ ഞാൻ ഇപ്പോഴാദ്യം ജസ്റ്റ് കയറിയതല്ലേ, എവിടെ വരെ ആയത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറയാ, നമുക്കിപ്പോ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് എന്ന് വെച്ചാൽ ബൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പറയണത്. നമ്മളിപ്പോ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് അതിന്റെ ബൈ ഓർഡർ എടുത്ത് ക്വാണ്ടിറ്റി ലിമിറ്റ് ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് മാർക്കറ്റ് ഓർഡറും ലിമിറ്റ് ഓർഡറും എല്ലാരും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ബൈ ഓർഡർ എടുത്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? ക്വാണ്ടിറ്റി അടിച്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് എൻട്രി ചെയ്യാ. സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യാ? കയ്യില് റബ്ബർ ബാൻഡ് ഉണ്ടാ? റബ്ബർ ബാൻഡ് ഉണ്ട് സർ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വലിച്ചൊന്ന് വിട്ടെ. അതാണ് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തല്ലി പഠിപ്പിക്കുന്നുള്ളത്. ഓക്കെ. അപ്പൊ അടുത്ത ആൾക്ക് പോവാം. അടുത്ത ആളിലേക്ക് പോവാം നമുക്ക്. ചാക്കോ. ചാക്കോ ഇല്ല, ലൈനില് ഇല്ല. എന്നാ ദീപക് കുമാർ. ഓക്കെ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആദ്യം നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോകേണ്ടത്? എക്സിക്യൂട്ട് ചെയ്ത് കിടക്കണ നോക്കിക്കോ, എഴുതി വെച്ചത് നോക്കിക്കോ. സ്റ്റോപ്പ് ലോസ് കിട്ടിയില്ലേ? റബ്ബർ ബാൻഡ് വലിക്കണം. ദീപക് കുമാർ കിട്ടിയില്ലേ? ഓക്കെ. സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യണം നമ്മളപ്പോ? നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ഓർഡറിൽ എവിടെ പോകണം? അല്ലെങ്കിൽ ഒന്ന് റബ്ബർ ബാൻഡ് വലിച്ചോ. റബ്ബർ ബാൻഡ് ഒന്ന് വലിച്ചോ. ഓക്കെ. നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് കയറാം. അടുത്തിപ്പോ ആരാ ഉള്ളത്? നമ്മള് ബഷീർ. ബഷീറില്ലേ? ലൈനിലില്ലേ? വന്നു. ഇതുവരെ എന്റർടൈൻമെന്റ് സെഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി. റിവിഷനൊക്കെ ആരും എന്താ പറയാ മടിയൊന്നും കാണിക്കണ്ട. ബഷീർ ഇല്ല. സഗീർ, മിത്രാണ്.
മിത്രാൻ ലൈനിലുണ്ടാ? സാറേ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഓക്കെ ചോദിക്കാം. നമുക്ക് ഇതൊന്ന് റിവിഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മിത്രാൻ ഇല്ല, ഉണ്ടാ? ഓക്കെ എന്നാ മോനിഷ് ഒന്ന് പറയാവോ? ഞാന് പുറത്തുള്ളത്. വീഡിയോ വേണ്ട, വോയിസ് പറഞ്ഞാൽ മതി. സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ നമ്മൾ എന്റെ എടുത്തതിന് ശേഷം ഞാൻ ക്ലാസ് കേട്ടിട്ടല്ല കേട്ടോ, ഞാൻ ചെയ്യണ എന്താണ് ഞാൻ പറയണത്. എന്തായാലും അറിഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ജസ്റ്റ് എൻട്രി നമ്മൾ ഓർഡറിൽ പോയിട്ട് എൻട്രി എടുക്കുക. ഓർഡർ പോയിട്ട് എൻട്രി എടുത്തതിന് ശേഷം അതില് SL സെലക്ട് ചെയ്യുക. എക്സിറ്റ് നമ്മള് ഓർഡർ എടുത്തതിൽ പോയിട്ട് അവിടെ നമ്മൾ എക്സിറ്റ് അടിക്കണം. എക്സിറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഒരു പോപ്പപ്പ് ഓപ്പൺ ആവും. അതിനാണ് നമ്മള് SL എന്താണ്, SL വേണം SLM വേണം? SL വെക്കുമ്പോൾ നല്ലത്. SL വെക്കുമ്പോൾ നമുക്ക് 2 വാല്യൂസ് കൊടുക്കേണ്ടി വരും. SLM 2 വാല്യൂസ് കൊടുക്കേണ്ടി വരും. ഒരു വാല്യൂ മാത്രം കൊടുത്താൽ മതി SLM ആവുമ്പോൾ. ഓക്കെ ഫൈൻ. നമുക്ക് നെക്സ്റ്റ് നിൻഡു. ഗുഡ് ഈവനിങ്. അപ്പൊ നമ്മള് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പഠിച്ചു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോ നമ്മൾ എന്തൊക്കെ നമ്മൾ മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ നമ്മൾ അതിന്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ. ക്വാണ്ടിറ്റിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അത് ഈക്വൽ ആയിട്ട് എടുക്കുന്നുണ്ടാവും, സെയിം മുമ്പ്. ഓക്കെ, പിന്നെ വേറെന്തോ ഞാൻ ഒന്നും കൂടി മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മറ്റേ ഇത് ട്രേഡിംഗ് പ്രൈസ് അല്ലേ? ട്രേഡിംഗ് പ്രൈസ് അല്ല, നമുക്ക് എന്താ പറയാ, ഇത് ഒന്ന് വലിച്ചോ. റബ്ബർ ബാൻഡ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വലിച്ചോ. നമുക്ക് ആ ഇൻട്രാഡേ ലോങ് ടേം എന്നുള്ള സാധനം എന്താണ് വരുന്നത് അതേപോലെ തന്നെ വേണം. ഇൻട്രാഡേ ലോങ് ടേം എന്നുള്ളത് നമ്മൾ മാറ്റാൻ നിൽക്കരുത്, ക്വാണ്ടിറ്റി മാറ്റാൻ നിൽക്കരുത്. ഓക്കെ, ഇത് രണ്ടും മാറ്റാതെ വേണം നമ്മൾ SL ചെയ്യാനായിട്ട്. ഓക്കെ ഇനിയിപ്പോ അടുത്തത് പ്രവീൺ. ഹലോ സാറേ. സാർ പറഞ്ഞോ പ്രവീൺ. നമുക്ക് ഇനി അടുത്ത എന്താണ് വരുന്നത്? ബൈ ആണ് വരുന്നത്. നമുക്ക് ബൈ അല്ല, നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. സാറേ ഞാന് ഇന്നലെ ലൈവില് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ ഇന്നലെ യാത്രയിലായിരുന്നു. വോയിസ് കംപ്ലീറ്റ് കേട്ടിരുന്നു, പക്ഷേ യാത്രയിലായതുകൊണ്ട് ഒന്നും ഞാൻ കണ്ടിട്ട് ഞാൻ പറയാം സാറേ. ഓക്കെ കുഴപ്പമില്ല. അടുത്ത രാജേഷ് ഒറ്റപ്പാലം. രാജേഷ് ഉണ്ടോ ക്ലാസ്സിൽ? രാജേഷ്. പറഞ്ഞോ. ചാക്കോ സാറിനും അജിത് സാറിനും മ്യൂട്ട് മാറ്റാനും വീഡിയോ ആക്കാനും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക്ഡ്, നോട്ട് ഏബിൾ ടു അൺലോക്ക് ഇറ്റ്. ഒന്ന് റീലോഗിൻ ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ആക്കാൻ പറ്റാത്ത ആൾക്കാരൊന്ന് റീലോഗ് ചെയ്യാൻ. ഇവിടെ ഞാനൊന്നും ബ്ലോക്ക് ആക്കിയിട്ടില്ല ആരെയും. ഒന്ന് റീലോഗിൻ ചെയ്താൽ ശരിയാവും. ഓക്കെ. അടുത്തത് സാൻ അല്ലേ? ഓക്കെ സാൻ. കറക്റ്റ് പേര് അത് തന്നെയാണോ രജിസ്റ്റർ ചെയ്തേക്കുന്നത്? കാരണം എനിക്ക് സാൻ എനിക്കൊരു പരിചയമില്ലാത്ത പേരാണ്. സാൻ ഉണ്ടോ? സോറി, മൈക്ക് ആൻഡ് ക്യാമറ നോട്ട് വർക്കിംഗ് സിൻസ് യെസ്റ്റർഡേസ്. ഓക്കെ ഫൈൻ. ചാക്കോ സാർ കുഴപ്പമില്ല. എന്താ പറയാ, ഏതായാലും മൈക്ക് ഇല്ല, കുഴപ്പമില്ല. ഞാനിത് ജസ്റ്റ് റിവിഷൻ ഓരോരുത്തർക്ക് കൊടുക്കാന്നുള്ള ഇതില് എല്ലാവർക്കും അപ്പൊ അവരവർക്ക് അറിയുന്ന കാര്യങ്ങൾ മനസ്സിലാവല്ലോ. ഓക്കെ, സാൻ ഇല്ല. സുനിൽ കുമാർ. ഓക്കെ. അപ്പൊ നമുക്ക് ആ ടാർഗറ്റ് വെക്കണമെന്ന് പറഞ്ഞേ. ടാർഗറ്റ് വെക്കാൻ നമ്മളിപ്പോ ബൈ ഓർഡർ ആണെങ്കിൽ ഒരു സെൽ ഓർഡർ അതേ ക്വാണ്ടിറ്റിയിൽ. ഓക്കെ. പുതിയൊരു സെൽ ഓർഡർ നമ്മൾ എന്തിൽ ചെയ്യണം? മാർക്കറ്റിൽ ചെയ്യണം, ലിമിറ്റ് ചെയ്യണം? ലിമിറ്റിൽ ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ലിമിറ്റിൽ വെച്ചിട്ട്
അതിനുശേഷം ഓക്കെ 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 രാജേഷ് വർക്ക് കഴിഞ്ഞ് യാത്രയിലാണ് സംസാരിക്കാൻ കഴിയും. കുഴപ്പമില്ല രാജേഷ്, കുഴപ്പമില്ല. ഞാനൊരു റിവിഷൻ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് വിഷയമല്ല. ഓക്കെ. അപ്പോ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച ബാക്കി പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫണ്ട് ആഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം നമ്മളെ സ്ട്രാറ്റജി 1 ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് വേണ്ടത് ഈ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 9, 20, 30 നമ്മൾ സ്ട്രാറ്റജി 1 വർക്ക്ഔട്ട് ആവണം. ഇപ്പൊ എല്ലാവർക്കും സ്ട്രാറ്റജി 1 എന്താ പറയാ വർക്ക്ഔട്ട് ആയി വരുമല്ലോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫസ്റ്റ് കാൻഡിൽ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? അത് എനിക്ക് ഇന്നും ക്ലിയർ ആയിട്ടില്ല. ഫസ്റ്റ് കാൻഡിൽ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ ഫസ്റ്റ് കാൻഡിൽ നോക്കണം. അതെ, 50 മിനിറ്റ്സ് കാൻഡില്. ആ 50 മിനിറ്റ്സ് കാൻഡില് നമുക്ക് ഏതാണ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ നോക്കണം. ഓക്കെ, റെഡ് ആണോ ഗ്രീൻ ആണോ എന്നുള്ള. അത് കഴിഞ്ഞ് റെഡിൽ നമ്മൾ 3 കാൻഡിൽസ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ആ 3 ടൈപ്പ് കാൻഡിൽസ് മാത്രം. ഒരു കാൻഡിൽ എന്ന് പറയുമ്പോൾ ഫുള്ള് ബോഡി മാത്രമുള്ള കാൻഡിൽ, റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ. രണ്ടാമത്തെ കാൻഡിൽ എന്ന് പറയുമ്പോൾ താഴെ മാത്രം വരാം. ഓക്കെ. മൂന്നാമത്തെ കാൻഡിൽ താഴെ മുകളിലും വര ഉണ്ടാവും. ഓക്കെ. മുകളിൽ മാത്രം വരയുള്ള കാൻഡിൽ നമ്മൾ എടുക്കൂല. ഈ 3 കാൻഡിലാണ് നമുക്ക് ആകെ കൂടി സെലക്ട് ചെയ്യേണ്ടത്. അത് റെഡിലായിക്കോട്ടെ ഗ്രീനിലായിക്കോട്ടെ. നിഫ്റ്റിയിൽ ഫോം ചെയ്ത് കഴിഞ്ഞാല് അത് കഴിഞ്ഞ് നേരെ നമ്മൾ NSE-യിലേക്ക് പോകണം. NSE-യുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ NSE നിഫ്റ്റി 50യുടെ എന്താ പറയാ മാർക്കറ്റ് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ ഇക്വിറ്റി സ്റ്റാറ്റസിൽ പോവാം. അവിടെ നിഫ്റ്റി 50യുടെ 50 സ്റ്റോക്സ് കിട്ടും. ആ 50 സ്റ്റോക്സിൽ നമ്മൾ നിഫ്റ്റി റെഡ് ആണ് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ റെഡ് പെർസെന്റേജ് ചേഞ്ച് ഉള്ള സ്റ്റോക്സ് മാത്രം എടുക്കണം. അതും റേഞ്ച് 0.25 to 1%. ആ സ്റ്റോക്സ് എത്ര 10 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 10 സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം ഷേപ്പ് സ്റ്റോക്ക് അതാണ് പറഞ്ഞത്, അതിലേക്ക് വരുന്നത്. നമ്മൾ 10 കാൻഡിൽ നമ്മൾ സ്റ്റോക്സ് ഇപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വാച്ച് ചെയ്ത് ഓരോ 10ന്റെയും നമ്മൾ എന്താ പറയുക ഗ്രാഫ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് കാൻഡിൽ നിഫ്റ്റിയുടെ ഈ 3-ൽ ഏത് കാൻഡിലാണ് നിഫ്റ്റി വന്നത് ആ കാൻഡിൽ തന്നെ സ്റ്റോക്സിലും വരണം. ഇപ്പൊ നിഫ്റ്റിയിൽ സപ്പോസ് മുകളിലും താഴെയും വരണ്ട്, റെഡ് കാൻഡിലാണ്. നമ്മൾ സ്റ്റോക്സിലും അതേ സെയിം കാൻഡിൽ, സൈസ് ഡിഫറെന്റ് ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ പാറ്റേൺ സെയിം ആയിരിക്കണം. മനസ്സിലായി. ഓക്കെ ഫൈൻ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നലത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി. അപ്പൊ ഈ സ്ട്രാറ്റജി 1 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും രാവിലെ 9:30 അല്ലെങ്കിൽ 35, 40ന്റെ ഉള്ളിൽ സ്റ്റോക്ക് എല്ലാം സെലക്ട് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടുമ്പോൾ കിട്ടിയ അപ്പൊ തന്നെ എന്താ പറയാ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ വഴിക്ക് പോവാം. ടാർഗറ്റിന് വേണ്ടി പിവറ്റ് പോയിന്റ് യൂസ് ചെയ്യാം. ഏതാണ് ടാർഗറ്റിന് വേണ്ടി പിവറ്റ് പോയിന്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് എന്താ പറയുക ഒരു ഓട്ടോമേഷൻ ഷീറ്റ് ഞാൻ വരുന്നുണ്ട് മറ്റന്നാളെ. നമുക്ക് നാളെ തന്നെ, നാളല്ല മറ്റന്നാളത്തെ കാശ്. അപ്പൊ ആ ഷീറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ഹൈയും ലോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം നമുക്ക് അതിനകത്ത് കാണിച്ചു തരും. അപ്പൊ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ട്രെയിലിംഗ് ചെയ്യണമെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റോപ്പ് ലോസും ഇത് നമുക്ക് ആ ഓട്ടോമാറ്റിക് ഷീറ്റിൽ കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ എന്തായാലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് മറ്റന്നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഓട്ടോമേഷൻ ഷീറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പം എങ്ങനെ എൻട്രി എക്സിറ്റ് എടുക്കും എന്നുള്ള കാര്യം കാണിക്കുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളത് എങ്ങനെയെന്ന് പറയുന്നത്, ടാർഗറ്റ് വെക്കുന്നത് നമ്മൾ അന്ന് ലൈവ് ട്രേഡിൽ ടെസ്റ്റ് ചെയ്യും. അതിന് പുറമെ നമ്മൾ മാർക്കറ്റ് ഡെപ്തും കൂടി നമ്മൾ അന്ന് നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ചെയ്യാം. മാർക്കറ്റ് ഡെപ്ത് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. നമുക്ക് മാർക്കറ്റ് ഡെപ്ത് അന്നത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ മാർക്കറ്റ് ഡെപ്ത് കാണുമ്പോൾ നമുക്ക് ക്ലിയർ ആവും അത്. ഓക്കെ. ഈ സ്ട്രാറ്റജി 1-ലെ സക്സസ് റേഷ്യോ എത്രയാണ്? സക്സസ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു 20 ഡേയ്സ് നിങ്ങൾക്ക് ട്രേഡിംഗ് ഡേ ഒരു മാസത്തെ ഉണ്ടെങ്കിൽ 15 ഡേയ്സ് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. 5 ഡേയ്സ് സ്റ്റോപ്പ് ലോസ് വരണം എന്ന് ഉറപ്പൊന്നുമില്ല. നിങ്ങൾ സ്ട്രാറ്റജിയിൽ എന്താ ഫോൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഈ 20 എന്താ പറയുക നമ്മൾ ഈ 0.25 to 1% ഇടക്ക് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കുറവായിരിക്കും, അടിക്കല് 1-2 മാക്സിമം അടിക്കുള്ളൂ. ബാക്കി 2-3 ദിവസങ്ങൾ നമ്മൾ എൻട്രി ചെയ്യാതെ നമ്മൾ രക്ഷപ്പെടും. എന്നിരുന്നാലും നമുക്കൊരു 10 to 12 ഡേയ്സ് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷെ മാക്സിമം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒരൊറ്റ സ്റ്റോക്കിൽ മാത്രം ചെയ്യാതെ നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പൊ 4 സ്റ്റോക്ക് നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ സ്ട്രാറ്റജിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 സ്റ്റോക്കിൽ നിങ്ങൾ എൻട്രി ചെയ്യണം. എന്നാൽ മാത്രമേ 10,000 വെച്ച് നിങ്ങൾ കാശില്ലാത്ത ആൾക്കാർ ഒന്നിൽ തന്നെ നോക്കി ചെയ്തോ കുഴപ്പമില്ല. ഉള്ള ആൾക്കാർ 4-ലും കൂടി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 1 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ബാക്കി 3, അല്ലെങ്കിൽ 2 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ബാക്കി 2 ഉണ്ടാവും. എന്തായാലും സ്റ്റോപ്പ് ലോസിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ ടാർഗറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ ഗ്രീനിൽ തന്നെ വരില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് 20 ഡേയ്സും ഗ്രീനിലായിരിക്കും. ഓക്കെ.
അപ്പോൾ നമുക്കപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? കാൻഡിൽസും കാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ല. ഈ ഇന്നത്തെ ക്ലാസ്സിന്റെ നമുക്ക് ഒരു സ്ട്രാറ്റജിയും നമുക്ക് ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ എന്താ പറയാ, ഒരു സ്ഥലത്ത് നിങ്ങളെ ആരെങ്കിലും വീട്ടുകാരായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ പഠിക്കണതും പഠിച്ചതും ഒക്കെ. അപ്പൊ അവരാരെങ്കിലൊക്കെ നിങ്ങളുടെ അടുത്ത് കാൻഡിൽ സ്റ്റിക്സ് ഈ പാറ്റേൺ എന്താണ്, മോർണിംഗ് സ്റ്റാർ എന്താണെന്നൊക്കെ, മോർണിംഗ് സ്റ്റാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നരുത്, ഓ ഷെഫീൻ സാറ് പഠിപ്പിച്ചില്ലല്ലോ, അത് നമ്മൾ പറ്റിച്ച എന്നുള്ളൊരു ഫീല് നിങ്ങളെ മനസ്സിൽ വരരുത്. അതിനുവേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം നമുക്ക് ഈ സാധനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. നമുക്ക് വേണ്ടത് എന്താണ്? കാശ് ഉണ്ടാക്കാനുള്ള വഴി മാത്രം മതി. എന്താ പറയുക, നമുക്ക് അധികം ടെൻഷൻ എടുക്കാതെ കാശ് ഉണ്ടാക്കാം. ഓക്കെ, അതാണ് നമ്മളെ എന്താ പറയുക, എന്റെ ഉദ്ദേശം അതാണ്, എന്റെ മോട്ടിവേഷനും അതാണ്. കാരണം എനിക്ക് അധികം ടെൻഷൻ എടുക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. കാരണം കുറെ ടെൻഷൻ ആദ്യ കാലമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി എല്ലാം നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി എന്താ പറയാ, നമുക്ക് കിട്ടണ മതി. അപ്പൊ എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു 1% ഒരു ദിവസം കിട്ടിയുള്ളൂ, എനിക്കത് മതി, ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, മനസ്സിലായില്ല. ഇപ്പൊ ഒരു ദിവസം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മളെ സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ അല്ലല്ലോ? ജസ്റ്റ് ഇന്ന് ഫുള്ള് എന്താ പറയുക, ഒരു തിയറി പോലത്തെ ക്ലാസ്സുകളായിരിക്കും. നമുക്ക് വലിയ ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിത് എന്താ പറയുക ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു തിയറി പോലത്തെ ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് എന്താ പറയുക, കാൻഡിൽസ് എന്താണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് ലെവലിൽ, നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ജസ്റ്റ് ഒരു അവയർനെസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടി പറയുന്നത് കാൻഡിൽസ് എന്താണെന്നുള്ളത്. ഈ കാൻഡിൽസിനെയാണ് നമ്മൾ എന്താ പറയാ, ഇത് ഞാൻ ഗ്രാഫിൽ വരച്ച് അങ്ങനെ ഇതാക്കാൻ ബോറടിക്കാനുള്ള ക്ലാസ്. ജസ്റ്റ് എന്താ പറയുക, ഈ സംഭവങ്ങൾ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതാണ് കാൻഡിൽ, റെഡ് കാൻഡിലിനെ ഗ്രീൻ കാൻഡിലിനെ നമ്മൾ എന്താ പറയാറ്? ബുള്ളിഷ് എന്ന് പറയും. അതേപോലെ തന്നെ റെഡ് കാൻഡിലിന് നമ്മൾ എന്താ പറയാറ്? ബെയറിഷ് എന്ന് പറയും. ഓക്കെ, റെഡ് കാൻഡിലിന് ബെയറിഷ് എന്ന് പറയും. അപ്പൊ ഈ കാൻഡിൽസിന്റെ എന്താണ്, ഈ ഒരു ഗ്രീൻ കളറിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പോർഷനും റെഡ് കളറിൽ ഫുള്ളായിട്ട് നിൽക്കുന്ന പോർഷനെയാണ് നമ്മൾ റിയൽ ബോഡി എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലേക്കും താഴേക്കും വിക്ക് പോകും. ഈ വിക്കിനെയാണ് ലോവർ ഷാഡോവും അപ്പർ ഷാഡോ എന്ന് പറയും. നമ്മൾ കോമൺ ആയിട്ട് വിക്ക് എന്ന് പറയും. ആ വിക്ക് ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലോവർ ഷാഡോ അപ്പർ ഷാഡോ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ലോവർ ഷാഡോയുടെ എന്താ പറയാ, ലോവർ ഷാഡോയുടെ ബോട്ടം, ഏറ്റവും താഴെ ഭാഗമാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് പോർഷൻ ആണ് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാൻഡലിന്റെ ഈ ലെവല്, ടോപ്പ് ലെവല് എന്ന് വെച്ചാൽ അത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സീറോയില് ഗ്രാഫിലേക്ക് പോവാം. ഈ ഒരു ഏതെങ്കിലും ഒരു കാൻഡിൽ എടുത്തോ, നമുക്ക് 2 ഷാഡോ കൂടി ഉള്ള ഓക്കെ, ഈ കാൻഡിൽ എടുത്തോ. ഏതാണ്? ഈ കാൻഡിൽ എടുത്തോ. നമുക്ക് ഈ റെഡ് കാൻഡിൽ കണ്ടില്ലേ? റെഡ് കാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് താഴെയും ഒരു ചെറിയൊരു വരയുണ്ട്, മുകളിലും ഒരു ചെറിയ വരയുണ്ട്. അപ്പൊ ഈ താഴെ ഈ ലെവല് കണ്ട് താഴത്തെ ഈ കാൻഡിലിന്റെ ഈ താഴെ പോർഷനാണ് നമ്മളെ ലോ എന്ന് പറയുന്നത്. ഈ മുകളിലത്തെ പോർഷനാണ് ഹൈ എന്ന് പറയുന്നത്. ഈ റെഡ് കളർ ഫുള്ളായിട്ട് കാണുന്നതാണ് നമ്മളെ റിയൽ ബോഡി. ഈ റിയൽ ബോഡിയുടെ നമുക്ക് എന്താ പറയുക, ടോപ്പും ബോട്ടവും ആണ് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ലോവർ ഷാഡോ മനസ്സിലായി, അപ്പർ ഷാഡോ മനസ്സിലായി, ഹൈ ലോ മനസ്സിലായി, റിയൽ ബോഡി മനസ്സിലായി. ഇനി ഓപ്പൺ ക്ലോസ്. ഈ ഓപ്പൺ ക്ലോസ് ആണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്. ഓപ്പൺ ക്ലോസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ കാൻഡിൽ ആണെങ്കിൽ അതിന്റെ ബോട്ടത്തിലാണ് എന്ന് വെച്ചാൽ, അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ വൈറ്റ് ഷീറ്റ് ഒന്നുകൂടി ഞങ്ങൾക്ക് എടുക്കാം. വൈറ്റ് ബോർഡ് എടുത്തിട്ട് നമ്മള് എന്താ പറയാ, ഈ ഒരു ലെവലിലാണ് ഇത് ഓപ്പൺ ആവുന്നത് വിചാരിച്ചു. ഈ ലെവൽ എന്താണ്? 100 ആണ്. 100ലാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇത് മുകളിലോട്ട് പോയി താഴോട്ട് പോയി, മുകളിലോട്ട് പോയി താഴോട്ട് പോയി, ഇങ്ങനെ കിടന്ന് കളിച്ചിട്ട് അവസാനത്ത് ഇത് ക്ലോസ് ആവും. ക്ലോസ് ആവുമ്പോൾ ഈ സാധനം മുകളിലോട്ട് പോയിട്ടാണ് ക്ലോസ് ആയെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കാൻഡിലായി. അപ്പൊ ഇതെന്തായി? ഗ്രീൻ കാൻഡിലാവും. ഈ പോർഷൻ മൊത്തം ഗ്രീൻ ആവും. ഗ്രീൻ ആവുമ്പോൾ ഇതിന്റെ ഈ പോർഷനാണ് എന്താ പറയുക, 101 എന്ന് വെച്ചോ, അല്ലെങ്കിൽ 105. അപ്പൊ ഈ കാൻഡിൽ എന്തായി? ക്ലോസ് അല്ലേ ഈ പോർഷന്? ഈ പോർഷൻ ക്ലോസ് ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്പൺ ഇവിടെ ഇരുന്നു, ഈ 100ലായിരുന്നു ഓപ്പണ്. ഈ ഗ്രീൻ കാൻഡിൽ ഇവിടെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ടാണ് എന്താ പറയാ, ഗ്രീൻ കാൻഡിലായിട്ട് മാറിയത്. അതിൽ ചിലപ്പോൾ ഈ സാധനം എന്താ പറയാ, മുകളിലോട്ടൊക്കെ ഇവിടം വരെയൊക്കെ പോയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ ആ വിക്ക് വരുന്നതിന്റെ കാര്യം താഴോട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഭാഗം വിക്ക് വരുന്നത്. ഇത്രയും ഭാഗം താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വിക്ക് വരും. മനസ്സിലായില്ലേ? അപ്പൊ ഈ വിക്ക് എങ്ങനെ ഫോം ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ.
അതേപോലെ തന്നെ കാൻഡിൽ എങ്ങനെ ഫോം ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. മനസ്സിലായി. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഒറ്റ ലൈനിൽ ഓപ്പൺ ചെയ്യുള്ളൂ കാൻഡിൽ. അത് 100 രൂപയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 100, 198 ഇങ്ങനെ ഒരു മിനിറ്റിന്റെ കാൻഡിലാണെങ്കിൽ 1 മിനിറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 60 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞതിന് ശേഷം ഒരു സമയത്ത് ഇത് അടുത്ത കാൻഡിലേക്ക് പോകുമ്പോൾ ഇത് 105 നെക്സ്റ്റ് കാൻഡിലേക്ക് പോയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കാൻഡിൽ വരും. അതേ സമയത്ത് ഈ ടോപ്പ് ലെവല് നമുക്ക് എന്താ പറയുക 107 ആയിട്ടുണ്ടാവും. ഇതൊക്കെ ഇതാണ്. അതിന്റെ ബോട്ടം ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ 98 കൂട്ടിക്കോ, 98 ആയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് കാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ റെഡ് കാൻഡിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റെഡ് കാൻഡിൽ വരുമ്പോ ആദ്യം ഓപ്പണിംഗ് ഒരു ലൈനിൽ വരും, അതൊരു 100 കണക്കാക്കിക്കോ. സെയിം തന്നെ 100 കണക്കാക്കി ഈ സാധനം ഇങ്ങോട്ട് പോയി താഴോട്ട് ഇങ്ങോട്ട് പോയി ഇങ്ങനെ കിടന്ന് കളിച്ചിട്ട് അവസാനം ഇവിടെ വെച്ചായിട്ട് ക്ലോസ് ആയി. മനസ്സിലായില്ലേ? ഇവിടെ വെച്ചിട്ട് ക്ലോസ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിന് ബാക്കിയുള്ള ഒരു ബ്ലാക്കിലേക്ക് ആക്കാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഈ ലെവലാണ് ക്ലോസ് വരുന്നത് 97 കൂട്ടിക്കോ, 97. അപ്പൊ നമുക്ക് ബുള്ളിഷ് കാൻഡിൽ വന്ന് ബെയറിഷ് കാൻഡിൽ വന്ന് റെഡ് കാൻഡിൽ വന്നപ്പോ ബെയറിഷ് കാൻഡിലായി. അതേപോലെ തന്നെ ഇതാണല്ലോ ടോപ്പ് ക്രിയേറ്റ് ചെയ്തേക്കണത്, അതാണ് ഹൈ, അതൊരു 107 കൂട്ടിക്കോ ഹൈ. ഇവിടെ ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്തേക്കണം, ഇതാണ് ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് 95 കൂട്ടിക്കോ, 95. ഓക്കെ, അപ്പൊ ഇവിടെ വിക്ക് വരുന്നത് എന്താണ്? ഇതായിരിക്കും അതിന്റെ വിക്ക്, ഇവിടം വരെ ഉള്ളതാണ് ഇതിന്റെ വിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ വിക്ക് താഴത്തെ ലോവർ ഷാഡോ എന്ന് പറയുന്നത് ഇതായിരിക്കും. മനസ്സിലായി? ഇങ്ങനെയാണ് നമുക്ക് അപ്പൊ ഈ കാൻഡിൽ ഫോം ചെയ്യണത്. ഇപ്പൊ കാൻഡിൽ ഫോം ചെയ്യണത് എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു ബെയറിഷ് കാൻഡിൽ എങ്ങനെ ഫോം ചെയ്യണത്, ബുള്ളിഷ് കാൻഡിൽ എങ്ങനെ ഫോം ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒരു ഡൗട്ട് ഉണ്ട് സാർ. ചോദിച്ചോ. ഈ കാൻഡിൽ ഇപ്പൊ ലോവർ ലെവലിൽ പോയി അവിടെ വെച്ച് ക്ലോസ് ആവുകയാണെങ്കിൽ അത് അതിനകത്ത് ഉണ്ടാവില്ല, മറ്റേ ലോവർ പോർഷൻ ഉണ്ടാവില്ല. 95 പോയി ക്ലോസ് ചെയ്യണമെങ്കിൽ ലോവർ ക്ലോഷൻ ഉണ്ടാവില്ല. ഇനി ഓപ്പൺ ചെയ്തത് 107 ക്ലോസ് ചെയ്ത 95 ഈ ഷാഡോ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കാൻഡിൽ ആവുമ്പോ നമുക്ക് ഇങ്ങനെ വരും, ഫുള്ള് ബോഡി മാത്രമുള്ള കാൻഡിൽ വരും. മനസ്സിലായില്ലേ? ഇതാവുമ്പോ ടോപ്പ് 107, അതിന്റെ ഹൈ ബോട്ടം 95. ഓക്കെ, അപ്പൊ നമുക്ക് വിക്കും ഉണ്ടാവില്ല, ലോവർ ഷാഡോ അപ്പർ ഷാഡോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഡൗട്ട് കൂടി ഉണ്ട്. ഈ കാൻഡിലുകള് കുറെ കാൻഡിലുകൾ ഉണ്ടല്ല, 2 കാൻഡില് തമ്മിലുള്ള ടൈമിങ് എന്താണ് ആ ഡിഫറൻസ്? ഒരു കാൻഡിൽ ഉണ്ടായിട്ട് അടുത്ത കാൻഡിൽ ഉണ്ടാവുന്നതിന് ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് എത്രയായിരിക്കും? അതിനെയാണ് നമ്മൾ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ടൈം ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യണ പോലെയാണ്. മനസ്സിലായില്ലേ? ടൈം ഫ്രെയിം ഇത് അല്ല. ഇതിപ്പോ ഞാന് ഇവിടെ 1 ഡേ ക്ലിക്ക് ചെയ്യുമ്പോ താഴെ നമ്മൾ 1 ഡേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും. ഒരു കാൻഡിൽ 5 മിനിറ്റിന്റെ കാൻഡിലാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് 1 സെക്കൻഡ് ആവുമ്പോഴേക്കും അടുത്ത കാൻഡിൽ ഫോം ചെയ്ത് കണ്ട. ഈ ഒരു കാൻഡിൽ എന്ന് പറയുന്നത് താഴെ നോക്കി അറിയാം 10:55 കാൻഡിലാണ്. നിങ്ങൾക്ക് താഴെ നോക്കുമ്പോ വേണ്ട 10-ാം തീയതി 11-ാം മാസം 10:55 കാൻഡിലാണ്. തൊട്ടടുത്ത കാൻഡിൽ നോക്കിയേ 10:55 അത് ഞാനിവിടെ ടൈം ഫ്രെയിം ഒന്ന് മാറ്റി കാണിച്ചു തരാം. ടൈം ഫ്രെയിം നമ്മളൊരു 10 മിനിറ്റ്സിലേക്ക് ആക്കുമ്പോൾ ഈ ഫസ്റ്റ് കാൻഡിൽ നോക്കിക്കോ, അതിന്റെ ടൈം എത്ര? 10:11 12:35 കാൻഡിലാണ്. തൊട്ടടുത്ത കാൻഡിലേക്ക് പോകുമ്പോൾ 12:45 മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ടൈം ഫ്രെയിം എന്ന് പറയും. ഈ കാൻഡിലിൽ നിന്ന് ആ കാൻഡിലേക്ക് പോകണം. ഇതിപ്പോ 1 മിനിറ്റ് ആക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റിന്റെ കാൻഡിലായിരിക്കും ഇതെല്ലാം. ഇത് കണ്ട 3:10, അത് കഴിഞ്ഞിട്ട് 3:11 കണ്ട 3:12 13 ഇങ്ങനെ ഓരോ മിനിറ്റിന്റെ കാൻഡിലായിരിക്കും പോകണം. നമുക്ക് ഇനി സ്റ്റാർട്ടിംഗ് ടൈമിംഗ് അല്ല ഫിനിഷിംഗ് ടൈം? അങ്ങനെയല്ല, ഞാൻ കാൻഡിൽസിന്റെ ടൈം ഫ്രെയിം പറഞ്ഞാണ്. സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് 9 കാണുന്നില്ലേ ഇത്? ഈ കാൻഡിൽ സ്റ്റാർട്ട് ചെയ്യണത് 3:10 മനസ്സിലായില്ലേ? 3:10 ഈ കാൻഡിൽ കഴിയും. ഈ കാൻഡിൽ കഴിഞ്ഞിട്ട് ഈ 3:10 കഴിഞ്ഞ് 1 സെക്കൻഡ് ആകുമ്പോഴാണ് ഈ കാൻഡിൽ ഫോം ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞ് ഈ കാൻഡിൽ കറക്റ്റ് അടുത്ത കാൻഡിൽ കണ്ട 3:11 3:11 കഴിഞ്ഞ് 60 സെക്കൻഡ് കഴിഞ്ഞ് 1 സെക്കൻഡിലേക്ക് പോകില്ല. ആ സെക്കൻഡിലേക്ക് പോകുമ്പോഴാണ് ഇത് വരണത്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇപ്പൊ 1 മിനിറ്റ് ടൈം ഫ്രെയിം ഇടുമ്പോൾ നമുക്ക് 60 സെക്കൻഡ് ആണ് ഒരു കാൻഡിൽ വരാം.
1 മിനിറ്റ് ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ സെക്കൻഡ്സ് കണക്കിലാണ് ഇത് മാറുന്നത്. 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 6ാമത്തെ മിനിറ്റിലേക്ക് പോകാൻ വീണ്ടും 5 മിനിറ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് ഇങ്ങനെ കിടക്കണ്ടല്ലോ. പക്ഷേ ഈ 1 സെക്കൻഡ് 2 സെക്കൻഡ് എല്ലാം അടുത്ത ക്യാൻഡിലേ പോകുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ക്യാൻഡില് 3:10 ആണ്. 3:10 സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് എന്താ പറയുക അടുത്ത ക്യാൻഡിൽ എത്രയാണ്? 3:11 3:10 കഴിഞ്ഞ് 60 സെക്കൻഡ് കഴിഞ്ഞ് 61 വെച്ചാൽ 3:11 1 സെക്കൻഡ് ആവൂലേ? ആ സെക്കൻഡിലേക്ക് ഈ ക്യാൻഡിൽ അടുത്തയിലേക്കായിട്ട് ചാടും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളെ ടൈം നോക്കി കഴിഞ്ഞാൽ 3:15 നമ്മൾ 9:30 എന്ന് പറയണില്ല. 9:30 ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ 9:30 നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ അവിടെ 2ാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? 9:30 കഴിഞ്ഞ് 1 സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോൾ 31 വരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ആ 30 ആണല്ലോ പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കരുത് നമ്മള്. ഓക്കെ, നമ്മൾ ചാർട്ടിൽ നോക്കുക. ചാർട്ടിൽ സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ്സിന്റെ സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ സ്ട്രാറ്റജീന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതിന്റെ മുമ്പ് നിങ്ങൾ NSE ഓപ്പൺ ആക്കി വെക്കണം. ട്രേഡിംഗ് അല്ല, നമ്മൾ സീറോത്തെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി വെക്കണം. പിന്നെ ചാർട്ട് നിഫ്റ്റിന്റെ ഓപ്പൺ ആക്കി ടൈം ഫ്രെയിം മാറ്റി വെക്കണം. അതൊക്കെ ഒരു 30 മുമ്പ് ചെയ്ത് വെക്കണം. 30 ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പരിപാടിക്കൊന്നും നിൽക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ടൈം പോവും. ആ 30 മുമ്പ് എത്ര മിനിറ്റാ വേണ്ടത് വെച്ചാൽ അത്രയും മിനിറ്റ് നിങ്ങൾ NSEയുടെ സൈറ്റിൽ പോയിട്ട് മാർക്കറ്റ് ഡാറ്റയിൽ പോയി നിങ്ങൾ എക്വിറ്റി ഓപ്പൺ ചെയ്ത് വെക്കണം. നിഫ്റ്റി 50. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ മാർക്കറ്റിന്റെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി വെക്കണം. അതിൽ നിഫ്റ്റി ഓപ്പൺ ആക്കിയിട്ട് ടൈം ഫ്രെയിം 15 ആക്കി വെച്ച് സെറ്റ് ആക്കി ഇരിക്കണം. മനസ്സിലായി? എന്നിട്ട് വേണം സെക്കൻഡ് ക്യാൻഡിൽ ആവുമ്പോൾ നിങ്ങൾ അപ്പൊ തന്നെ നിഫ്റ്റി പോയിട്ട് എന്താ പറയുക. കാരണം ഒരു 9:29 ഒക്കെ ആവുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫോമിങ്. ഇന്നലത്തെ പോലത്തെ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇന്നലെ ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് നമുക്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്യുക. അത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. നിഫ്റ്റിയുടെ ഇന്നലത്തെ 15 മിനിറ്റ്സിൽ പോയി കഴിഞ്ഞാല് കണ്ടാ ഫസ്റ്റ് ക്യാൻഡിലാണ് ഒരു ഡോജി ടൈപ്പ് ആണ്. ഗ്രീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സെല്ലിംഗുകാർക്കുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഓക്കെ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഡീക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് വലിയൊരു എമൗണ്ട് ഉണ്ടാവില്ല. എന്നിരുന്നാലും ഒരു 700 രൂപ 800 രൂപ ഇന്നലെ കിട്ടിയിട്ടുണ്ടല്ലേ ചെയ്തവർക്കൊക്കെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾക്ക് എന്താ പറയുക ഫോം മെയിൻ ചെയ്യുന്നത്. അപ്പൊ ക്യാൻഡിൽസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ക്യാൻഡിൽസ് കഴിഞ്ഞല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് സെയിം തന്നെയാണ്. ആകെ ഓപ്പൺ ഹൈ മാത്രമേ മാറുള്ളൂ. ബാക്കി എല്ലാം സെയിം ആണ്. എല്ലാ ക്യാൻഡിൽസിനും ഓപ്പൺ ഹൈ മാറുന്നതുകൊണ്ട് മാത്രമാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ പറയുക കാൻഡിൽ 6 പാറ്റേൺസിൽ എന്തൊക്കെ ക്യാൻഡിൽ നമുക്ക് ഓരോ ക്യാൻഡിൽ വെച്ചിട്ട് പലരും പറയണ കേൾക്കാം. നിങ്ങൾക്ക് എന്താ പറയുക ഇന്ന ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ബയ്യ സെല്ല് എടുക്കാൻ പറ്റും, നല്ല ലാഭം കിട്ടും, ഇത്ര കിട്ടും, 1:5 റേഷ്യോ ഒക്കെ കിട്ടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ഓക്കെ, അത് എന്താ പറയാ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഇത്രയും ഒരു എന്താ പറയാ ക്യാൻഡിൽസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. കുറെ ക്യാൻഡിൽസ് ഉണ്ട്, ഇനിയും ഇഷ്ടം പോലെ 10-40 ക്യാൻഡിൽസോളം ഉണ്ട്. നമുക്ക് ബേസിക് മൊത്തം എല്ലാവർക്കും അറിയണം. എന്ന് വെച്ചാൽ ഇതിൽ കുറച്ചു കാലമായിട്ട് കയ്യിൽകുത്തിയ ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു പേരുകൾ എല്ലാം ഫെമിലിയർ ആയിരിക്കും. ഹാമർ, പീർസിംഗ് കാൻഡിൽ, ബുള്ളിഷ് എൻഗൾഫിംഗ്, ദ മോർണിംഗ് സ്റ്റാർ. ഇതെന്ന് പറയുമ്പോൾ ബുള്ളിഷ് കാൻഡിൽസ് ആണ് ഞാൻ പറയുന്നത്. ഇതേപോലെ തന്നെ ബെയറിഷ് കാൻഡിൽസും ഉണ്ട്. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിംഗ്, വൈറ്റ് മാർബോസു, ബുള്ളിഷ് ഹറാമി, ഇൻവെർട്ടഡ് ഹാമേഴ്സ്, ഇതൊക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓരോന്ന് എന്താന്ന് നോക്കാം. ഹാമർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമ്മളെ ഹാമർ ഇല്ലേ, നമ്മളൊരു പിടി ഉണ്ടാവും, മുകളിലൊരു അടിക്കണ സംഭവം ഉണ്ടാവും. ആ ഒരു പാറ്റേണാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ബോഡി റിയൽ ബോഡി ആയിരിക്കും, ബോഡി ചെറുതായിരിക്കും, അതിന്റെ ബോഡീന്റെ ട്വൈസ് ഉണ്ടാവും നമ്മളെ എന്താ പറയാ ഷാഡോ, ലോവർ ഷാഡോ. ബോഡി റിയൽ ബോഡി ഗ്രീൻ ബോഡി ആയിരിക്കും, അതിന്റെ ട്വൈസ് ലെങ്ത് 2 എന്താ പറയാ മടങ്ങ് വലുതായിരിക്കും അതിന്റെ ഷാഡോ. ഓക്കെ, ഇത് എവിടെ എഴുതിയ വായിച്ചു നോക്കാം നിങ്ങൾക്ക്. ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എല്ലാവർക്കും എടുക്കാം. ഓക്കെ, എല്ലാവർക്കും ഇത് എന്താ പറയാ എടുക്കാൻ പറ്റും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാം. ചില സമയത്ത് ഒരു ചെറിയൊരു ഷാഡോ മുകളിലേക്ക് ഉണ്ടാവാം. ഇത് ചില സമയങ്ങളിൽ അത് എപ്പോഴും ഉണ്ടാവില്ല. എന്നാലും അത് കുഞ്ഞ് ഷാഡോ ആയിരിക്കും. അത് ചെറിയൊരു ഷാഡോ മാത്രമേ മുകളിൽ ഉണ്ടാവുള്ളൂ. വലിയ ഷാഡോ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമ്മളെ ഈ ഹാമർ പാറ്റേൺ അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അനാലിസിസ് ആൾക്കാരെല്ലാവരും പറഞ്ഞ ഷെയർ മാർക്കറ്റിൽ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഡൗൺ ട്രെൻഡില് വന്നുകൊണ്ടിരിക്കണ ഒരു ട്രെൻഡ് ആണെങ്കിൽ ആ പോർഷനിൽ ഈ ഹാമർ കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് റിവേഴ്സൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡൗണിൽ പോയിക്കൊണ്ടിരിക്കണ ഒരു മാർക്കറ്റ്, അല്ലെങ്കിൽ നിഫ്റ്റി ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഇനി ഫോറക്സിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. USD INR പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് ചാർട്ടിന്റെ പാറ്റേൺ ഒക്കെ സംഭവിക്കുന്നത്. ഇത് താഴോട്ട് വരുമ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ഹാമർ
കണ്ടു കഴിഞ്ഞാൽ റിവേഴ്സൽ ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പോ എല്ലാരും ചോദിക്കും ഇങ്ങനത്തെ ഹാമർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ ഇതൊന്നും എന്താ പറയാ, ഇതൊക്കെ ഒരു എന്താ പറയാ കഥകൾ പോലത്തെ ഒരു സംഭവമാണ്. ഇതൊക്കെ ഞാൻ കുറെ ചെയ്തിട്ട് എന്താ പറയാ എന്റെ കയ്യിൽ കാശൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ ഹാമർ, ഷോൾഡറിന്റെ ബാക്കി പഠിക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിലൊന്നും നമുക്ക് റിലയബിൾ എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് എന്താ പറയാ അത്ര വലിയ ഒരു കോൺഫിഡൻസ് തരില്ല. നമുക്കിപ്പോ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത പോലെ അങ്ങനത്തെ ഇതൊന്നും വെച്ചിട്ട് ഒരാളും ഒരു ട്രേഡർ, ഇപ്പൊ എത്ര ചെറിയ ട്രേഡർ ആയിക്കോട്ടെ എത്ര വലിയ ട്രേഡർ ആയിക്കോട്ടെ, ആരും ഇതൊന്നും വെച്ചിട്ട് എന്താ പറയുക സ്വയം അവരവര് ഓരോ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്തെടുക്കുക. അതിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് ഷാരിഖ് ഷംസുദ്ദീന്, ബ്രിജേഷ് വെല്ലൂര്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഓരോ സ്ട്രാറ്റജി അവരവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് എന്താ പറയുക സ്ട്രാറ്റജീസ് നമുക്ക് കോമൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഷാരിഖ് ഷംസുദ്ദീൻ ആണെന്നുണ്ടെങ്കിൽ അയൺ കോണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഉള്ള മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളിലും അത് തന്നെയാണ് പറയണത്. ഓക്കെ, അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് ആണ് അയൺ കോണ്ടർ എന്നൊക്കെ പറയണത്. ഓക്കെ, അപ്പൊ ഓക്കെ, ഹാമർ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഹാമർ അങ്ങനെ ഒരുപാട് തല ഉണ്ടാക്കിയത് എന്താ പറയാ അതിന്റെ ഷാർപ്നെസ് കളയണ്ട ഇതിലേക്ക്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി. ഈ ഹാമർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ഇപ്പൊ ആരെങ്കിലും പറയണേ ഞാൻ ഹാമർ പാറ്റേൺ വെച്ചിട്ട് ഞാൻ എന്താ പറയുക ഇന്ന് 1000 രൂപ ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം വരരുത്. ഓക്കെ, അതിനുവേണ്ടി മാത്രം ഞാനിത് ഇതിലെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, പീർസിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു വെച്ചാല് നമുക്കൊരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ് എല്ലാം ക്രിയേറ്റ് ചെയ്യണത് ഡൗൺ ട്രെൻഡിൽ വന്നതിന് ശേഷം ആണ് നമുക്ക് ബുള്ളിഷ് ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോ നമുക്കൊരു റെഡ് കാൻഡില് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. റെഡ് കാൻഡിലിന്റെ ശേഷം അതിന്റെ ഗ്യാപ്പ് ഡൗണിലായിരിക്കണം ഈ കാൻഡിൽ ഓപ്പൺ ആക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഗ്യാപ്പ് ഡൗണിൽ വേണം കാൻഡിൽ ഓപ്പൺ ചെയ്യാനായിട്ട്. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയാ ഇതൊരു ബുള്ളിഷ് കാൻഡിൽ വരണം. ബുള്ളിഷ് കാൻഡിൽ അത് വന്നാൽ മാത്രം പോരാ, നമ്മളെ മുമ്പത്തെ കാൻഡിലിന്റെ ഹാഫ് പോർഷന് പൊങ്ങി നിൽക്കണം ക്ലോസ് ചെയ്യാനായിട്ട്. ഈ കാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എബവ് 50% ഓഫ് ദ പ്രീവിയസ് കാൻഡിൽ. ഓക്കെ, നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ഓൺ ദ ഡൗൺ ട്രെൻഡ് the next candle should be open gap down. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യണത് പ്രീവിയസ് കാൻഡിലിന്റെ 50% എബോവിൽ ക്ലോസ് ചെയ്താലാണ് നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ ആയിട്ട് പീർസിംഗ് പാറ്റേൺ കണ്ടുപിടിച്ച് നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് കാൻഡിലിൽ എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം എടുക്കാം എന്നതാണ് ഈ കാൻഡിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താണ്? പീർസിംഗ് കാൻഡിൽ, പീർസിംഗ് പാറ്റേൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഹാമർ പഠിച്ചു, അതേപോലെ തന്നെ പീർസിംഗ് പാറ്റേൺ പഠിച്ചു. ഓക്കെ 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 ഇപ്പൊ സിനി ഇപ്പൊ ജോയിൻ ചെയ്ത് ലൈവിലുണ്ടാ? ഇപ്പൊ ഒരാള് ജോയിൻ ചെയ്തു. ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ വന്നേയുള്ളൂ. ഓക്കെ, എല്ലാം ക്ലിയർ ആയ? ഇങ്ങനെ വല്ല ഹോസ്പിറ്റലിൽ തന്നെയാണ് എപ്പോഴും? അല്ല, ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ ഇന്നലത്തെ റെക്കോർഡിംഗ് ഞാൻ റെക്കോർഡിംഗ് ചോദിക്കാൻ പറഞ്ഞു എല്ലായിടത്തും. എല്ലാവർക്കും റെക്കോർഡിംഗ് കുറച്ച് പേര് കിട്ടിയ എനിക്ക് കിട്ടി, ഞാൻ നാളെ കേട്ടോളാം. ഓക്കെ കുഴപ്പമില്ല. ബാക്കി എല്ലാവർക്കും ഞാൻ ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്ന എത്ര പേർക്ക് അതിൽ എല്ലാവരും ഉണ്ടാവുന്ന എനിക്കറിയില്ല. എന്തോ ഒരു 18 പേർക്കാണ് ഞാൻ ആക്സസ് കൊടുത്തേക്കണത്, അവർ റിക്വസ്റ്റ് ചെയ്തേക്കണത്. ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. എല്ലാവർക്കും എന്താ പറയാ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് റിക്വസ്റ്റ് ആക്സസ് കൊടുക്കും. ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഡ്രൈവ് എന്റെ ഡ്രൈവിലുള്ള ലിങ്കിന്റെ ഇതാണ് കാണുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് വാച്ച് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂല. അത് കുറച്ച് ടൈം എടുക്കും ഒന്ന് ഫസ്റ്റത്തെ ലോഡ് ചെയ്യാൻ വേണ്ടി. അതിന് നിങ്ങൾക്ക് കുറച്ച് നെറ്റ് വേണ്ടി വരും. നെറ്റ് വൈഫൈ ഉള്ള ഏതെങ്കിലും സ്പേസിലാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. മൊബൈൽ ഡാറ്റ നെറ്റ് 3G ഒക്കെ നിങ്ങൾക്ക് നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫാസ്റ്റിൽ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം എല്ലാം ഡ്രൈവിംഗ് ആയതുകൊണ്ട് ഡൗൺലോഡും കാര്യങ്ങളായതുകൊണ്ട് ഇത്ര നേരം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ഷമയോടെ ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഡായി കിട്ടും. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും എന്താ പറയുക കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ റിക്വസ്റ്റ് എടുക്കാം. നമുക്ക് ഈ ബേസിക് ക്ലാസ്സിന്റെ വീഡിയോസ് നിങ്ങൾ ആരും പേടിക്കേണ്ട. 2 ദിവസം ഒന്നല്ല, നിങ്ങൾക്ക് എന്താ പറയുക പഠിക്കണം 1 മാസത്തേക്ക് എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ പഠിച്ചു കഴിയണ വരെ നിങ്ങൾക്ക് എന്തായാലും ആ ലിങ്കുകൾ ഉണ്ടാവും.
പിന്നെ ഞാൻ സ്ട്രാറ്റജീൻ്റെ ഞാൻ എന്താ പറയാ റെക്കോർഡിംഗ് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ചില ആൾക്കാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നും കാച്ചപ്പ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഞാൻ 2 ദിവസത്തേക്ക് അതിന്റെ റെക്കോർഡിങ്സ് തരില്ല, ഇതേപോലെ തന്നെ ലൈവ് 2 ദിവസത്തെ നമ്മളെ ഡ്രൈവ് തരാം. ഓക്കെ, അത് മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ അതിന്റെ ക്ലാസ് കിട്ടുള്ളൂ. ഇത് എല്ലാവർക്കും കിട്ടും ഇതൊക്കെ. ഓക്കെ, അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ എന്താ പറയുക മെയിൻ സ്ട്രാറ്റജി സ്വിംഗ് ട്രേഡിങ്, മൾട്ടി ബാഗ് ട്രേഡിങ്, അതേപോലെ നോസ് ഇതൊക്കെ ഓപ്ഷൻസിന്റെ ഒക്കെ നമുക്ക് ഉണ്ടാവും, കുഴപ്പമില്ല. നമുക്ക് സ്ട്രാറ്റജി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഉണ്ടാവൂല, റെക്കോർഡിങ്സ് ഉണ്ടാവൂല. അതിനോടൊപ്പം തന്നെ എന്താ പറയാ ക്ലാസ് അത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിങ്ങിന്റെ ആവശ്യമില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുള്ളൂ. കാര്യം ഇന്നലെ ക്ലാസ് എല്ലാവരും എന്താ പറയാ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ തിയറി ക്ലാസ് ആണ്, എല്ലാവർക്കും ബോറടിക്കുന്ന എനിക്കറിയാം. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് പേഴ്സിങ് പാറ്റേൺസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഓക്കെ ബുള്ളിഷ് എൻഗൾഫിംഗ്. നിങ്ങൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് കേട്ടിട്ടുള്ള പേരായിരിക്കും. ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ, അതേപോലെ തന്നെ ബെയറിഷ് എൻഗൾഫ് വന്നു കഴിഞ്ഞാൽ സെല്ലാണെന്നുള്ളത്. ഇതും സെയിം തന്നെ ഡൗൺ ട്രെൻഡിൽ ഒരു റെഡ് കാൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്താ പറയുക ഇതിന് എന്താ പറയുക ഇതൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ ആകെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഹൈ ലോവിനെ എന്താ പറയുക എൻഗൾഫ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ വിഴുങ്ങണം. നെക്സ്റ്റ് കാൻഡില് നമ്മളെ പ്രീവിയസ് കാൻഡില് മൊത്തത്തിൽ വിഴുങ്ങി വേണം നിൽക്കാൻ. അതിനോടൊപ്പം തന്നെ അത് ഗ്രീൻ കാൻഡിൽ ആയിരിക്കണം. ഇത് റെഡ് കാൻഡിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നടക്കൂല. ഓക്കെ, ഈ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന കാൻഡില് നമുക്ക് റെഡ് കാൻഡിൽ ആയാൽ നടക്കൂല. താഴെ മോളും അതിന്റെ പ്രീവിയസ് കാൻഡിലെ ഹൈയും ലോവും മൊത്തത്തിൽ വിഴുങ്ങി വേണം നിൽക്കാനായിട്ട്. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒന്ന് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാന്ന് നോക്കി നോക്കാം. ഇന്നലത്തെ ഡേറ്റിൽ നമുക്ക് പഴയ പ്രീവിയസ് ഡേറ്റിലെ ഡാറ്റാസിലൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഡൗൺ ട്രെൻഡ് നോക്കുമ്പോൾ എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. കിട്ടാനൊക്കെ വലിയ പാടാണ്. പഴയ ഏതെങ്കിലുമൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ബുള്ളിഷ് ബെയറിഷ് ഓക്കെ, ഇതൊന്നും നമുക്ക് ഇതിൽ പറ്റൂല. ഇല്ല, ഇപ്പൊ ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ഇന്ന് 50 മിനിറ്റ്സ് കാൻഡിൽ 5 മിനിറ്റ്സിലേക്ക് നോക്കി നോക്കാം. 5 മിനിറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എവിടെ ഇന്നലെ ഇതിനകത്തൊന്നും കാണുന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് നോക്കാം, പക്ഷെ എന്നാലും ഇത് കറക്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാരണം അത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഈ കാൻഡിൽസ് പാറ്റേൺ ഒക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര പാടെന്ന് മാത്രമല്ല തലവേദനയാണ്. കാരണം നമ്മൾ അതിനകത്തിങ്ങനെ നോക്കിയിരുന്ന് നമുക്ക് എന്താ പറയാ ഒരു പണിയില്ലാത്ത ആൾക്കാരാണല്ലോ ഓക്കെ, അവർക്ക് ഈ കാൻഡിൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ നോക്കി ചെയ്യാം. നമുക്ക് എന്ന് പറയുമ്പോ അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ, എല്ലാവരും ബിസിയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ പറയാ ഈ ഒരു ലെവൽ 2ന്റെ ക്ലാസ്സിൽ തന്നെ എല്ലാവരും വരണമെന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും എല്ലാവരും വന്ന് ഈ ഒരു 2 മണിക്കൂർ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഈ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യണതൊക്കെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊന്നും വെച്ച് നമുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെ എത്താൻ പറ്റില്ല. ഒരു ട്രേഡർ ആയില്ലെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന സാധനം ഡൗൺ ട്രെൻഡില് നമുക്ക് ഇവിടെ ഒരു കാൻഡിൽ ക്രിയേറ്റ് ചെയ്യും, അതൊരു ബുള്ളിഷ് കാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഡോജി കാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഡോജി കാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഡോജി കാൻഡിൽ എല്ലാവർക്കും അറിയാലോ. ഡോജി കാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് കാൻഡിൽസ്, ഒന്ന് ബുള്ളിഷ് കാൻഡിൽ, ബെയറിഷ് കാൻഡിൽ, പിന്നെ ഡോജി കാൻഡിൽ. ഓക്കെ, ഡോജി കാൻഡിൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഡൗൺ ട്രെൻഡിലായിക്കോട്ടെ അപ് ട്രെൻഡിലായിക്കോട്ടെ എവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഡോജി കാൻഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നമുക്കൊരു എൻട്രി ഉണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്ത് പോകണം എന്നാണ് ഡോജി കാൻഡിൽ പറയണത്. പക്ഷെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ സ്ട്രാറ്റജിയിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതാണ് നമ്മൾ എന്താ പറയുക മാർക്കറ്റിലുള്ള അനാലിസിസിൽ പറയണ കാൻഡിൽ പാറ്റേൺസിലൊക്കെ പറയണത്. ഡോജി കാൻഡിൽ എന്ന് പറയുമ്പോൾ ഇൻഡിസിഷൻ ആണ്. ഇപ്പൊ മാർക്കറ്റിൽ ഇൻഡിസിഷൻ വരുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ചിലപ്പോൾ നമ്മൾ ബൈ സൈഡ് സെൽ സൈഡ് ഇപ്പൊ ബുള്ളിഷ് സൈഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സെൽ സൈഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കാൻഡിൽ, അതുകൊണ്ടാണ് ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡോജി കാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റിവേഴ്സലാണ്, ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഡോജി കാൻഡിൽ നിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും എന്താ പറയുക എക്സിറ്റ് അടിച്ച് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സ്ട്രാറ്റജിയിലൊന്നും പോകേണ്ട കാര്യം, സ്ട്രാറ്റജിയിലൊക്കെ എന്തും ആയിക്കോട്ടെ, നമുക്കൊരു വിഷയമില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കും അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും. മനസ്സിലായില്ല? എത്രേ ഉള്ളൂ, വേറെ നമുക്കൊന്നും വരാനില്ല. സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിലും ടാർഗറ്റിന്റെ പാതിയെ വരുള്ളൂ. നമ്മള് മാക്സിമം ഇപ്പൊ വലിയ കാൻഡിൽ വന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.5% മേലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ കാൻഡിലിന്റെ ഹാഫ് അല്ലെങ്കിൽ 0.5% സ്റ്റോപ്പ് ലോസ്.
മനസ്സിലായി? നമ്മൾ 0.75% മിനിമം നമ്മൾ എടുക്കുന്നുണ്ടുമ്പോൾ 0.5 വരെ നമുക്ക് കൊടുക്കാം. അതിന്റെ മേലെ ഒരാളും സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പാടില്ല. ഓക്കെ, എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. ഇനി വലിയ ക്യാൻഡിലാണ്, താഴെ എത്തിക്കഴിഞ്ഞാൽ റിട്ടേൺ പോകും നമുക്കറിയാം. പക്ഷെ അതൊന്നും താഴെ എത്തും എന്നുള്ളത് നമുക്കറിയാം. താഴെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയി വലിയ ക്യാൻഡിലിന്റെ. അതുകൊണ്ട് നമ്മൾ ഹാഫിൽ എടുക്കാം. ഓക്കെ, അതാണ് സ്ട്രാറ്റജി 1 ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ലൈവ് സമയത്ത് നമുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ഒക്കെ തരാം. ഓക്കെ ഓക്കെ ഇപ്പൊ ഈ മോർണിംഗ് സ്റ്റാർ എല്ലാവർക്കും മനസ്സിലായത്, ഒരു ഡൗൺ ട്രെൻഡ് വരുമ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ താഴെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ട്രെൻഡ് റിവേഴ്സൽ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇൻഡിസിഷൻ ആണ്. മനസ്സിലായില്ലേ? ഇൻഡിസിഷൻ ആകുമ്പോൾ എന്ത് വേണമെങ്കിലും ഡിസിഷൻ എടുക്കാം. ഇനി ബുള്ളിഷ് തന്നെ പോകാൻ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ബുള്ളിഷിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് റിലയബിൾ അല്ല എന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി. ഡോജി എന്ന് പറഞ്ഞ ക്യാൻഡിൽ ഇൻഡിസിഷൻ ആണ്. അവിടെ നിന്ന് നമ്മൾ എന്ത് എൻട്രി ആണെങ്കിലും എക്സിറ്റ് അടിക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ വന്നു എന്നുള്ള സിഗ്നൽ വന്നു. ഓക്കെ, അപ്പൊ ഈ ഡോജി ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണം. ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത ക്യാൻഡിൽ വരുമ്പോഴേക്കും നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ആയി മുകളിലോട്ട് പോകാം. ഓക്കെ, ചിലപ്പോൾ ഇവിടെ കൺസോളിഡേഷൻ ഒക്കെ നടക്കും. ഓക്കെ, ഇതാണ് മോർണിംഗ് സ്റ്റാർ. വൈറ്റ് മാർബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ വൈറ്റ് മാർബോസ് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എവിടെയെങ്കിലൊക്കെ. ഡൗൺ ട്രെൻഡ് കണ്ട, ഇവിടുന്ന് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട, ഇതൊരു നമ്മളൊരു എന്താ പറയാ, പക്ഷെ ഇത് മറ്റേ നമ്മളെ ഷൂട്ടിംഗ് സ്റ്റാർ മോർണിംഗ് സ്റ്റാർ അല്ലല്ലോ, ഷൂട്ടിംഗ് സ്റ്റാർ അല്ല പറഞ്ഞു. അത് നോക്കാം ഏതാന്നുള്ളത്. അതല്ല, കാരണം അതിന്റെ ബോഡി ചെറുതായിരിക്കണം, അതിന്റെ താഴത്തെ ഷാഡോ ഈ ബോഡീന്റെ 2 മടങ്ങ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയുക നോക്കാം. ഇതൊരു നമ്മളിപ്പോ വൈറ്റ് മാർബോസിന്റെ ഒരു ട്രെൻഡ് ആയിട്ട് നമുക്ക് കണക്കാക്കിയാൽ കണ്ട സൈഡ് വേസിലേക്ക് പോയി. ഈ ട്രെൻഡ് ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരുന്നിട്ട് വൈറ്റ് മാർബോസ് വന്നിട്ട് സൈഡ് വേസ് പോയി, മുകളിലോട്ട് പോവും എന്ന് നമുക്ക് പറയാം. ഇവിടെ നോക്കിയാൽ നമുക്ക് എന്താ പറയാ, ഇവിടെ നമുക്ക് ഇതൊന്നും നമ്മളെ പാറ്റേണിൽ വരണല്ലേ. ഇത് വൈറ്റ് മാർബോസുമായിട്ട് നമുക്ക് കണക്കാക്കാം. കണ്ട, ഈ ഒരു സാധനം നമുക്ക് വൈറ്റ് മാർബോസുമായിട്ട് കണക്കാക്കാം. ഈ ഒരു ക്യാൻഡിൽ കണ്ട ഒരു ഡൗൺ ട്രെൻഡ് ആണ് ചെറിയ, എന്താ വെച്ചാൽ ഇന്നലെ തൊട്ടിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണ്. ഇന്നലെ തൊട്ടുള്ള ഡൗൺ ട്രെൻഡിൽ ഗ്യാപ് ഡൗണും വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ വന്നപ്പോ കണ്ട ഒരു മറുബൂസ്. ഇത് എപ്പോഴും നമുക്ക് എന്താ പറയുക, ഇതൊക്കെ എന്താ പറയുക, ചക്കിട്ട് മൊയില് ചാവണം എന്നുള്ള സെറ്റപ്പാണ് ഈ പാറ്റേൺ ഒക്കെ. നമുക്ക് വേറെ ഒന്നുമില്ല. ഇവിടെ ഒരു വൈറ്റ് മറുബൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കണ്ട ട്രെൻഡ് റിവേഴ്സിൽ വന്ന് മുകളിലോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇതാണ്. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ ക്യാൻഡിൽ വരുമ്പോഴാണ് നമ്മൾ എൻട്രി വരുന്നത്. ഇവിടുന്ന് വന്നിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ഓക്കെ, നമ്മളെല്ലാം പഴയ പ്രീവിയസ് ഡാറ്റയിലൊക്കെ ഒന്ന് നോക്കി തപ്പിപ്പിടിക്കാനല്ല, ലൈവ് മാർക്കറ്റിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്നത്തെ മിനിയാന്നത്തെ ഏതെങ്കിലും 2 ദിവസത്തെ ഗ്യാപ്പിൽ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വൈറ്റ് മാർബോസ്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓരോ ഇതും. ഓക്കെ, ഫൈൻ. അപ്പൊ വൈറ്റ് മാർബോസ് എന്താ പറയുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എഴുതുകയാണെങ്കിൽ അത്രയും ബെസ്റ്റ് ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അത്രയും ബെസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ബുള്ളിഷ് ഹറാമി എന്ന് പറയുമ്പോൾ നമ്മൾ എൻഗൾഫിങ് കണ്ടില്ലേ, ബുള്ളിഷ് എൻഗൾഫിങ്ങിന്റെ നേരെ തിരിച്ചുള്ള പാറ്റേൺ ആയിരിക്കണം. ഇവിടെ നമുക്ക് റിയൽ ബോഡി മാത്രമല്ല കേട്ടോ, വിക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ആകെ നമുക്ക് ഏതിലായിരുന്നു, മോർണിംഗ് സ്റ്റാർ അല്ലല്ലോ, ഹാമർ പാറ്റേണിൽ മാത്രമാണ് നമുക്ക് മുകളിൽ ചെറിയ മാത്രം വിക്ക് വരാൻ പാടുള്ളൂ. അല്ലെ താഴെ എന്താ പറയുക, വിക്ക് ഡബിൾ ട്വൈസ് ബോഡി ആയിരിക്കണം. ഓക്കെ, ബാക്കി നമുക്ക് ബുള്ളിഷ് ഹറാമി എന്ന് പറഞ്ഞത് നേരെ എൻഗൾഫിങ്ങിന്റെ നേരെ തിരിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ എൻഗൾഫിങ് എന്തായിരുന്നു, പ്രീവിയസ് കാൻഡിൽ റെഡ് ആയിരിക്കണം. ഇവിടെ ഉണ്ട്, പ്രീവിയസ് കാൻഡിൽ റെഡ് ആയിരിക്കണം. അതിന് ഗ്രീൻ കാൻഡിൽ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് ആ കാൻഡിൽ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് ഒരു ഗ്രീൻ കാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ബുള്ളിഷ് എൻഗൾഫിങ് ആവുള്ളൂ. ഇത് നേരെ തിരിച്ചാണ് വരുന്നത്. ഇതിന്റെ വരണമെന്ന് പറയുമ്പോൾ എന്താണ്, വലിയൊരു കാൻഡിൽ ആയിരിക്കണം, അതിന്റെ ഉള്ളിലായിരിക്കണം നമ്മളെ എന്താ പറയാ ഈ ഗ്രീൻ കാൻഡിൽ വരേണ്ടത്. ഗ്യാപ് ഡൗണിലേക്ക് പോകരുത്, ഒരു ചെറിയൊരു എന്താ പറയാ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഓപ്പണും ക്ലോസും വരുന്നത്. ഈ കാൻഡിലിന്റെ ടോപ്പ് ഹൈ എല്ലാം ഇതിന്റെ പ്രീവിയസ് കാൻഡിലിന്റെ ഇൻസൈഡിലായാൽ മാത്രമേ നമുക്ക് അതിന്റെ നെക്സ്റ്റ് കാൻഡിൽ നമുക്ക് എന്താ പറയാ ഒരു ഹൈ കിട്ടും, ഒരു എൻട്രി കിട്ടും നമുക്ക് ഇവിടെ. അതാണ് ബുള്ളിഷ് ഹറാമി പറയണത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഇനി ഇൻവെർട്ടഡ് ഹാമർ. ഓക്കെ, ഇൻവെർട്ടഡ് ഹാമർ കൂടി ഉണ്ട്. ഇൻവെർട്ടഡ് ഹാമർ എന്ന് പറയുമ്പോൾ നമ്മളെ സെയിം നമ്മൾ പഠിച്ചില്ലേ ഹാമറിന്റെ എന്താ പറയുക നേരെ റിവേഴ്സ്. ഹാമറിന്റെ നേരെ റിവേഴ്സ് വന്നാല് ഇൻവെർട്ടഡ് ഹാമർ ആണത്. നമ്മളെ ഹാമർ എന്തായിരുന്നു,
ചെറിയ ബോഡി അതിന്റെ 2 മടങ്ങ് വലുപ്പമായിരിക്കണം അതിന്റെ വിക്ക് താഴത്തേക്ക്. ഓക്കെ, ഇത് ഇൻവേർട്ടഡ് ഹാൻഡിൽ, ആ സെയിം തന്നെ ഇൻവേർട്ടഡ് ആയിട്ട് കിടക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഡൗൺ ട്രെൻഡിലാണ് ഇത് കാണാം. ഡൗൺ ട്രെൻഡിൽ കണ്ടിട്ട് ഇവിടുന്ന് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കാൻഡിലിൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ മുകളിലോട്ട് പോകും, ഒരു പ്രോഫിറ്റ് എടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതേപോലെ തന്നെ സെയിം തന്നെയാണ് ബെയറിഷിൽ വരുന്നത്. ബെയറിഷിൽ പറയുമ്പോൾ ഹാങ്ങിങ് മാൻ വരുന്നുണ്ട്, ബെയറിഷ് എൻഗൾഫിംഗ് വരുന്നുണ്ട്, ഈവനിങ് സ്റ്റാർ വരുന്നുണ്ട്, ബ്ലാക്ക് മർബൂസ് വരുന്നുണ്ട്, ബെയറിഷ് ഹറാമി, ഷൂട്ടിംഗ് സ്റ്റാർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്താന്ന് നോക്കാം. ഹാങ്ങിങ് മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ കണ്ട ഹാമർ തന്നെയാണ്, അത് റെഡ് ആയിരിക്കും. അതൊരു ഹാങ്ങിങ് മാൻ എന്ന് പേരിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ട്രെൻഡിൽ പോയിട്ട് ഇവിടെ ഒരു ആള് തൂങ്ങി കിടക്കണ പോലെ, അതുകൊണ്ടാണ് ഹാങ്ങിങ് മാൻ ഈ ഒരു കാൻഡിലിന് പേരിട്ടേക്കുന്നത്. സെയിം തന്നെ ചെറിയ ബോഡി, അതിന്റെ 2 മടങ്ങ് അല്ലെങ്കിൽ 2 മടങ്ങ് കൂടുതലായിരിക്കണം അതിന്റെ എന്താ പറയുക വിക്ക്, ഷാഡോ ലോവർ ഷാഡോ. അപ്പർ ഷാഡോ ചെറുതേ ഉണ്ടാകാൻ പാടുള്ളൂ, ഉണ്ടാവേണമെങ്കിൽ തന്നെ. വലിയ ഷാഡോ ഉണ്ടായിക്കഴിഞ്ഞാൽ കാൻഡിൽ മാറി. ഓക്കെ, ഹാങ്ങിങ് മാൻ എന്ന് പറയുമ്പോൾ മുകളിൽ വിക്കേ ഉണ്ടാവൂല, ഉണ്ടാവണമെങ്കിൽ ചെറിയ വിക്ക്. ഓക്കെ, താഴത്തേക്ക് ഈ ഇതിന്റെ റിയൽ ബോഡീന്റെ 2x എങ്കിലും വലുതായിരിക്കണം ഈ ലോവർ ഷാഡോ വരുന്നത്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഡൗൺ ട്രെൻഡിലേക്ക്, ഇതിന്റെ നെക്സ്റ്റ് കാൻഡിലിൽ നമുക്ക് എൻട്രി എടുത്ത് ഡൗൺ ട്രെൻഡ് കിട്ടും. സെല്ലെടുക്കുമ്പോൾ നമുക്ക് താഴോട്ട് പോകും. ഓക്കെ, സെയിം അതേ പാറ്റേൺ തന്നെയാണ് ഇത്. ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ എന്താണ്, റെഡ് കാൻഡിലിനെ ഒരു ഗ്രീൻ കാൻഡിൽ വെച്ചിട്ട് ഫുള്ള് എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് ഫുള്ള് കവർ ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ നേരത്തെ ഉപയോഗിച്ചാണ് ഗ്രീൻ കാൻഡിലിനെ അപ് ട്രെൻഡിൽ പോണ ഒരു ഗ്രീൻ കാൻഡിലിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്ത് ആ കാൻഡിലിനെ കവർ ചെയ്യണം. നമ്മളെ പ്രീവിയസ് കാൻഡിലിനെ ഫുള്ള് കവർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളെ ബെയറിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞത്. എൻഗൾഫിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴുങ്ങ, അത്രേ ഉള്ളൂ. മറ്റേ കാൻഡിലിൽ മൊത്തത്തിൽ വിഴുങ്ങി നിൽക്കണം. മനസ്സിലായില്ലേ? അതാണ്. അത് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ റെഡ് കാൻഡിലിനെ വേണം ഗ്രീൻ കാൻഡിൽ വിഴുങ്ങാനായിട്ട്. ബെയറിഷ് ആണെങ്കിൽ ഗ്രീൻ കാൻഡിലിനെ റെഡ് കാൻഡിൽ വിഴുങ്ങണം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് സ്റ്റാർ, അത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ ഈവനിങ് സ്റ്റാർ, മോർണിംഗ് സ്റ്റാർ നമ്മൾ അവിടെ വേറെ ഒരു പേരായിരുന്നു പറഞ്ഞത്. ജസ്റ്റ് നോക്കിയേക്കാം, അത് മോർണിംഗ് സ്റ്റാർ. ഓക്കെ, മോർണിംഗ് സ്റ്റാർ വേണ്ട, മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞ് നമുക്കിപ്പോ ഇവിടെ വരുന്നത് ഈവനിങ് സ്റ്റാർ. ഈവനിങ് സ്റ്റാർ എന്ന് പറയാം. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ബൈ സൈഡ്. ഈവനിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കണ്ടില്ലേ, നമ്മളെല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പൊ എന്താ പറയുക, സെല്ലാണ് വരുന്നത്. അതാണ് ആ പേര് അങ്ങനെ ഇടാൻ കാരണം. ഓക്കെ, മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ. ഈവനിങ് സ്റ്റാർ വരുന്നത് നമ്മൾ സെയിം അതേപോലെ തന്നെ ഒരു അപ് ട്രെൻഡിൽ ഡോജി കാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ഡോജി കാൻഡിൽ ക്രിയേറ്റ് ചെയ്താൽ നെക്സ്റ്റ് വരുന്ന എന്താ പറയുക കാൻഡിൽ നമുക്ക് ഡൗണിലേക്ക് വരും. മനസ്സിലല്ലേ? നെക്സ്റ്റ് കാൻഡിൽ റെഡ് ആയിരിക്കണം. റെഡ് ആയി കഴിയുമ്പോൾ ഇതിന്റെ ഈ ഒരു 3 കാൻഡിൽ ഫോം ചെയ്യണം. ഈ 3 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഗ്രീൻ കാൻഡിൽ, അത് കഴിഞ്ഞ ഒരു ഡോജി കാൻഡിൽ, അത് കഴിഞ്ഞ ഒരു റെഡ് കാൻഡിൽ. അപ്പോഴാണ് നെക്സ്റ്റ് ഇതിന്റെ 4ാമത്തെ കാൻഡിൽ നമ്മൾ എൻട്രി എടുക്കും. താഴോട്ട് സ്റ്റോക്ക് പോകും. നമ്മളത് എന്താ പറയുക താഴോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമുക്ക് അതിന്റെ സെല്ലെടുത്ത് സെല്ലിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടാക്കാം. അതാണ് ഈ ഒരു ഈവനിങ് സ്റ്റാർ പറയണത്. ഓക്കെ, അത് കഴിഞ്ഞ് ബ്ലാക്ക് മാർബൂസു. നമ്മൾ അവിടെ വൈറ്റ് മാർബൂസു എന്നാ പറഞ്ഞത്, ഇവിടെ ബ്ലാക്ക് മാർബൂസു. ബ്ലാക്ക് മാർബൂസു എന്ന് വെച്ചാൽ സെല്ലിംഗ് ആണെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഒരു അപ് ട്രെൻഡില് ഈ ഒരു ഇതും നമുക്ക് ഇന്നലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം കാണാൻ പറ്റും. നോക്കാം, കണ്ട ഇവിടെ കണ്ട അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട ഒരു റെഡ് കാൻഡിൽ വന്ന് അവിടെ നിന്ന് കണ്ട ഡൗൺ ട്രെൻഡിലേക്ക് പോയി. എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? കണ്ട, അപ്പൊ ഈ ഒരു ഇത് ക്യാച്ച് ചെയ്യാം. അതാണ് ആ ഒരു സ്ട്രാറ്റജി പറയണത്. ഓക്കെ, ഓക്കെ, അപ്പൊ ബ്ലാക്ക് മാർബൂസും വൈറ്റ് മാർബൂസും എല്ലാം ക്ലിയർ ആയി. ഇത് നമ്മള് നേരത്തെ അവിടെ പഠിച്ച ഹറാമി എൻഗൾഫിങ്ങിന്റെ റിവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എൻഗൾഫിങ്ങിന്റെ നേരെ തിരിച്ചിട്ട പോലെ. എന്നുവെച്ചാൽ എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു ഗ്രീൻ കാൻഡിലിനെ ഫുൾ ആയിട്ട് റെഡ് കാൻഡിൽ വെച്ച് എൻഗൾഫ് ചെയ്യണം, വിഴുങ്ങണം. അത് നേരെ തിരിച്ചാൽ ഒരു വലിയൊരു കാൻഡിലിന്റെ ഉള്ളിലായിരിക്കണം ചെറിയ ഈ എന്താ പറയുക എന്ന് വെച്ചാൽ അപ് ട്രെൻഡിലുള്ള ഒരു ഗ്രീൻ കാൻഡിലിന്റെ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം അടുത്ത റെഡ് കാൻഡിൽ. ഓക്കെ, റെഡ് കാൻഡിൽ വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് കാൻഡിൽ നമുക്ക് എൻട്രി കിട്ടും, താഴോട്ട് പോകും, നമുക്ക് അവിടെ ലാഭം ഉണ്ടാക്കാം സെല് ചെയ്തിട്ട്. ഓക്കെ, അപ്പോ
ബെയറിഷ് എല്ലാം ഇതാണ്. പിന്നെ ഇത് ഷൂട്ടിംഗ് സ്റ്റാർ. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇൻവേർട്ടഡ് ഹാമർ നമ്മൾ അവിടെ പറഞ്ഞില്ലേ, നമ്മള് ബെയറിഷില് ബുള്ളിഷില് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഒരു അപ് ട്രെൻഡില് എന്താ പറയാ, ഈ ഒരു ചെറിയ ബോഡി വിത്ത് 2 വിക്ക്, അല്ലെങ്കിൽ 2 ഇരട്ടി വലുപ്പത്തിലുള്ള നമുക്ക് അപ്പർ ഷാഡോ വരണം. അപ്പർ ഷാഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നെക്സ്റ്റ് ക്യാൻഡിലില് ഇത് നമുക്ക് സെല്ല് എൻട്രി കിട്ടും. സെല്ല് എൻട്രി കിട്ടി താഴോട്ട് പോയി നമുക്ക് ലാഭം ഉണ്ടാക്കാം. ഓക്കെ, ഇതാണ് നമ്മള് ഇത് വരുന്നത്. പിന്നെ ഇനി പാറ്റേൺസ് ആണ്. കുറച്ച് നമുക്ക് പാറ്റേൺസ് നോക്കാം. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്? ക്ലിയർ ആവാനൊന്നുമില്ല, നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളൂ. വലിയ നമ്മളത് ഓവറായിട്ട് പഠിച്ച് ഇതാക്കാം. ഇന്നലത്തെ ക്ലാസ് പക്ഷെ എല്ലാവർക്കും അത് ക്ലിയർ ആയേ പറ്റൂ. അത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതൊക്കെ നമുക്കൊരു അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇൻവോൾവ് ചെയ്തേക്കുന്ന സാധനങ്ങൾ. കാരണം നിങ്ങൾ ആരടുത്തും മോശക്കാരാവരുത്. കാരണം എന്റെ സ്റ്റുഡൻസ് ആരും മോശക്കാരാവരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ പൊങ്ങച്ചം പറയുമ്പോ നിങ്ങൾക്ക് അതിനോടൊപ്പം പിടിച്ചു നിൽക്കണ്ടേ? അതിനു വേണ്ടി മാത്രം. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇപ്പൊ നമ്മളിവിടെ എന്താ പറയാ, ഇപ്പൊ കോഴ്സ് ഒക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ആഡ് കണ്ട് അവരെ വിളിക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ട്. കാരണം പലരും ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. കാരണം അത് അറിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെയാണ്. നമുക്ക് ആ സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എന്താ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്താ പറയാ വെറുതെ കുറച്ച് എന്തൊക്കെയോ അറിയാം. ബാക്കി നമ്മളെ എല്ലാവർക്കും മലയാളീസ് എനിക്ക് ഉൾപ്പെടെ ഉള്ളതാണ്. നമുക്കൊന്നും അറിയില്ല എന്നുള്ള പറയാനുള്ള ഒരു മടി എല്ലാവർക്കും ഉള്ള കേസ്, എനിക്ക് ഉൾപ്പെടെ ഉള്ളതാണത്. ഓക്കെ, അതുകൊണ്ട് അത് ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയാ മോശക്കാരാവരുത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി മാത്രം ഞാൻ അലൊക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സെഷന്റെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ സാധനങ്ങളൊന്നും. അപ്പൊ അതുകൊണ്ട് എന്റെ സ്റ്റുഡൻസും എന്താ പറയാ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്നാൽ പക്ഷെ അറിഞ്ഞിരിക്കണം, എനിക്കറിയാലോ, അപ്പൊ നിങ്ങളും അറിഞ്ഞിരിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ ജസ്റ്റ് അതിന്റെ മുമ്പത്തെ പേജുകളൊക്കെ നോക്കാം. നമുക്ക് ഈ പേരുകൾ ഇതൊക്കെയാണ്. എത്രയാണ്? 1 2 3 4 5 6 7 8 9 എന്താ പറയാ, ഇതാണ് 10 35 ഉണ്ട്. ഞാൻ 9 35 നമുക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാരും ആരെങ്കിലൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പേരുകളാണ്. കുറെ വേറെയും നമുക്ക് എന്താ പറയുക പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 10 35 വേറെയും കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഈ 9 മാത്രം എന്താന്ന് പറയുക. ഈ 9 ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ: ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, റൗണ്ട് ബോട്ടം, കപ്പ് ആൻഡ് ഹാൻഡില്, വെഡ്ജസ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ പല ആൾക്കാരും വീഡിയോസിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവര് തമ്പനയിലൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ പേരുകളൊക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാം, അത്രയും ബൂസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വെഡ്ജസ് ഉണ്ട്, അസെൻഡിങ് ട്രയാങ്കിള്, ഡിസെൻഡിങ് ട്രയാങ്കിള്, സിമെട്രിക്. ഈ അസെൻഡിങ് ട്രയാങ്കിള് ഡിസെൻഡിങ് ട്രയാങ്കിൾ ഒക്കെ വെച്ചിട്ട് ഞാൻ മുമ്പ് പണ്ട് കുറെ കൈകൂത്തിട്ടുള്ളതാണ് ഈ അസെൻഡിങ് ട്രയാങ്കിൾ. പക്ഷെ കുറെയൊക്കെ ഈ അസെൻഡിങ് ട്രയാങ്കിൾ, ഡിസെൻഡിങ് ട്രയാങ്കിൾ, സിമെട്രിക് പാറ്റേൺ, ഈ 3 സാധനം കുറെയൊക്കെ നമുക്ക് എന്താ പറയുക ഒരു യൂസ്ഫുൾ ആണ്. ബാക്കി ഇതൊക്കെ നമുക്ക് അത്ര വലിയ യൂസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. വെഡ്ജസും നമുക്ക് അത്ര യൂസ്ഫുൾ അല്ല. ഈ 3 സാധനം കുറെയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. ഈ 3 സാധനം നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് നമ്മളെ സ്ട്രാറ്റജി തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും ഈ ഒരു സാധനം, ഈ 3 സാധനങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് എന്താ പറയുക വലിയ ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഹെഡ് ആൻഡ് ഷോൾഡർ. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ നമ്മളെ തല, 2 ഷോൾഡർ. എന്താണ്? 2 ഷോൾഡർ കുറച്ച് താഴെയാണ്, തല കുറച്ച് മേളിലാണ്. അത് തന്നെയാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് വെക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ഒരു സ്വിങ്, ഈ ഒരു സ്വിങ് ക്രിയേറ്റ് ചെയ്യാം. ഇതാണ്, ഇതൊരു സ്വിങ് ആണ്. ഇത് 2ാമത്തെ സ്വിങ്. ഓക്കെ, ഇത് 2ാം സ്വിങ്, ഇത് 3ാം സ്വിങ്. ഒരു 3 സ്വിങ് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 2 സ്വിങ്ങിന്റെ ഹൈ ഒക്കെ ഏകദേശം സെയിമിലായിരിക്കും. പാറ്റേൺ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ഹൈ ഏകദേശം സെയിമും ആദ്യത്തെ 3ാമത്തെ സ്വിങ്ങിന്റെ, അതിനുശേഷമുള്ള എന്താ പറയുക നടുക്കത്തെ സ്വിങ്ങിന്റെ ഹൈ കുറച്ച് മുകളിലായിരിക്കും. മനസ്സിലായില്ലേ? അത് ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ വൈറ്റ് ബോർഡ് എടുക്കാം. വൈറ്റ് ബോർഡ് എടുത്തിട്ട് നമുക്ക് കണ്ട സ്വിങ് എന്ന് പറഞ്ഞ സ്വിങ് എല്ലാവർക്കും അറിയാം. അല്ല ഞാൻ പറയാം, സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഞാൻ ചില സമയത്ത് സ്വിങ് ഫസ്റ്റ് സ്വിങ് ക്രിയേറ്റ് ചെയ്ത ഈ സ്ട്രാറ്റജി 2 സ്വിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ സ്വിങ് ഒന്ന് പറഞ്ഞു പോവാം. ഞാൻ ഇന്നലെ അത് മിസ്സായി എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും നമുക്കത് പറഞ്ഞു പോവാം സ്വിങ് എന്താന്നുള്ളത്. കാരണം
നമുക്ക് സ്ട്രാറ്റജി ടൂല് സ്വിംഗ് നമുക്ക് ഓപ്ഷൻസിലേക്ക് പഠിക്കുന്നുണ്ട്. ഓപ്ഷൻസിലേക്ക് വരുമ്പോഴേക്കും ആ സ്വിംഗ് കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. കണ്ട ഇവിടെ ഒരു സ്വിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാവിലെ നമ്മളിത് ഈ കാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 ഡേ എടുത്തു, 1 ഡേയിലേക്ക് മാറ്റി കഴിഞ്ഞ് ഇന്നത്തെ ഡാറ്റ മാത്രമേ ഇവിടെ കാണുള്ളൂ. ഓക്കെ, ഇവിടെ കണ്ട ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് കാൻഡിൽ. എല്ലാവരും ക്ലിയർ ആയിട്ട് ഒരു 5 ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഈ ഒരു പോയിന്റ് എല്ലാവരും ഒരു 5 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫസ്റ്റത്തെ കാൻഡിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോ ക്രിയേറ്റ് ചെയ്ത് അതാണ് ഒരു സ്വിംഗ്. ഈ സ്വിങ്ങിന്റെ ഉള്ളിലായിരിക്കും പിന്നെ ഈ കളിക്കുന്നത്. കണ്ട ഇവിടുന്ന് താഴെ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതേ സമയത്ത് ഇവിടെ എത്തിയപ്പോഴേക്കും മുകളിൽ ബ്രേക്ക് ചെയ്ത്, അപ്പൊ അടുത്തൊരു ഹൈ ക്രിയേറ്റ് ചെയ്തേക്കാണ്. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ നോക്കിയാണ് ഒരു ലോയിൽ നിന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വന്ന്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഒരു സ്വിംഗ് എന്ന് പറയുക. ഒരു താഴെന്ന് മുകളിലോട്ട് പോയിട്ട് പിന്നെയും താഴോട്ട് വരാം, അല്ലെങ്കിൽ മോളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം. കണ്ട ഇതൊരു സ്വിംഗ് ആണ്. മനസ്സിലായില്ലേ? ഇതൊരു സ്വിംഗ് ആണ്, ഇതൊരു സ്വിംഗ് ആണ്. ഇതൊരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്വിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വലിയൊരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തു, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത അതേ സെയിം ലെവൽ தான். അപ്പൊ ഇവിടെ സെയിം ലെവലിൽ തന്നെ വന്നിട്ട് ഒരു ഹൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഷോൾഡർ പാറ്റേൺ വല്ലതും കിട്ടണ്ട, ഇല്ല. ഇവിടെ നമുക്ക് ഷോൾഡർ പാറ്റേൺ ഒന്നും കിട്ടണില്ല. ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെയും നമുക്ക് ഈ പാറ്റേൺ നോക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഷോൾഡർ പാറ്റേൺ മനസ്സിലാവും, പക്ഷെ തോന്നും നിങ്ങൾക്ക് ഇപ്പൊ വേറെ ഏതെങ്കിലും പാറ്റേൺ ആയിരിക്കും തോന്നാം. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഈ പാറ്റേൺസ് ഒക്കെ ഞാൻ അവോയ്ഡ് ചെയ്തത്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ട കാര്യം. കാരണം ഇപ്പൊ ഇവിടെ എന്താ പറയുക, ഏതെങ്കിലും ഒരു പാറ്റേൺ ഞാൻ ഇവിടെ എനിക്ക് തോന്നിയത് കണ്ട ഇവിടെ കണ്ട ഇതൊരു സ്വിംഗ് വന്ന് ഒരു ഹൈ സ്വിംഗ് വന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു സ്വിംഗ് വന്നിട്ടുണ്ട്, ചെറിയ ഷോൾഡർ വന്നിട്ടുണ്ട്. പക്ഷെ ഇതപ്പോ ഒരു ഷോൾഡർ ആണെന്ന് വിചാരിച്ച് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് കണ്ട ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കണ്ട ഇവിടെ ഒരു സ്വിംഗ് വന്നാൽ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്വിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഷോൾഡർ ആണ്, ഇതൊരു ഷോൾഡർ ആണ് നമുക്ക് കൺസിഡർ ചെയ്യും. പക്ഷെ അതൊന്നും ഞാൻ തിങ്ക് ചെയ്യണ പോലെ ആയിരിക്കില്ല നിങ്ങൾ തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണ പോലെ ആയിരിക്കില്ല വേറെ ആൾ തിങ്ക് ചെയ്യണത്. മനസ്സിലായില്ലേ? അതാണ് ഈ പാറ്റേൺസിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഈ ഒരൊറ്റ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ട് ഇവിടെ ഒരു ഷോൾഡർ കണ്ട് ഇവിടെ ഒരു ഷോൾഡർ ഇവിടെ ഒരു സ്വിംഗ് കണ്ട്, അപ്പൊ രണ്ട് ഏകദേശം സെയിം ആണ്. അപ്പൊ ഇവിടെ നിന്ന് എനിക്കൊരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ താഴോട്ട് എനിക്ക് ലാഭം കിട്ടും. ഓക്കെ, അപ്പൊ ആ ഷോൾഡർ പാറ്റേൺ വെച്ച്. പക്ഷെ എനിക്ക് വേറെ കണ്ട ഈ രണ്ടും ഈ എല്ലാം ഇതെല്ലാം വരുമ്പോ ഒരു സിമെട്രിക് പാറ്റേൺ ആണ്. സിമെട്രിക് എന്താ പറയാ ട്രയാങ്കിൾ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് എനിക്ക് അങ്ങനെയും ഒരു പാരലൽ വരച്ചിട്ട് പല ഓരോ രീതികളിലും ഓരോരുത്തർക്കും ഓരോ പോലെ കാണുള്ളൂ. നമുക്ക് ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെ ഗ്രാഫ് വായിക്കാൻ പറ്റില്ല. അതാരൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട്? ഇപ്പോ എന്താ പറയാ നിങ്ങൾ ഓരോരുത്തരും വായിക്കണ പോലെ ആവില്ല. നിങ്ങൾ ഇപ്പൊ നമ്മളെ ഇതിൽ എത്ര പേരുണ്ട്? ഇപ്പോ 19 പേര്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. 19 പേർക്കും എന്താ പറയാ 19 പേരും ഗ്രാഫ് വായിക്കുമ്പോൾ 19 രീതിയായിരിക്കും. എനിക്കിപ്പോ ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് ഇല്ല എന്താ പറയുക പാരലൽ ചാറ്റ് ആയിരിക്കും പാരലൽ ചാനലായിരിക്കും കണ്ടുപിടിക്കണ്ടാവുക. ചിലവർ എന്താ പറയുക അസെൻഡിങ് പാറ്റേൺ കണ്ടുപിടിക്കും. അതാണ് പറഞ്ഞത്, നമുക്ക് ഒരിക്കലും എന്താ പറയുക പാറ്റേൺ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പാറ്റേൺസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തത്. അപ്പൊ ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ട് അവിടെ നിന്ന് നമുക്ക് അതേപോലെ തന്നെ ഒരു കിട്ടി, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് സക്സസ് ആയിട്ടുണ്ട് ഇന്നലത്തെ മിനിയാത്ത ഡേറ്റിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്വിംഗ് ആദ്യത്തെ സ്വിംഗും ഹൈയും മൂന്നാമത്തെ സ്വിംഗിന്റെയും ഏകദേശം സെയിം ആയിരിക്കണം. ഹൈ അത് കഴിഞ്ഞിട്ട് സെൻട്രൽ രണ്ടാമത്തെ സ്വിംഗിന്റെ ഹൈ ഈ രണ്ടിൽ നിന്നും പൊങ്ങി നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഷോൾഡർ തല പൊങ്ങിയാലും നിൽക്കുക, ഷോൾഡർ താന്നാലും നിൽക്കുക. ആ ഒരു എന്താ പറയുക രീതി തന്നെയാണ് നമുക്കത് വേണ്ടത്. അതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡബിൾ ടോപ്പ്. ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഒരു സ്വിംഗില് രണ്ട് ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്വിംഗ് ലോ ഉണ്ടല്ലോ, ലോയിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ അതിന്റെ മുമ്പ് പറഞ്ഞ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലോയില് ഒരു സ്വിംഗ് ലോ ഉണ്ടാവും. ആ സ്വിംഗ് ലോയിലാണ് നമ്മൾ എന്താ പറയാ ഇത് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് നേരത്തെ കണ്ടതും ഈ പോയിന്റ് ഒന്ന് നോക്കാം. ഇതാണ് ഞാനിപ്പോ ഇവിടെ കണ്ടിരുന്നത്. ഇതിന്റെ അകത്ത് ഈ പോയിന്റ് ഡബിൾ ടോപ്പ് ഇവിടെ കണ്ട ഈ ഒരു ചെറിയ സ്വിംഗ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും കണ്ട ഈ ലെവലിൽ നിന്ന് കണ്ട നമുക്ക് ഒരു സെൽ സൈഡ് പോയിട്ടുണ്ട് ആ ഹെഡ് ആൻഡ് ഷോൾഡർ. പക്ഷേ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ നിങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഇത് വലിയ പാടാണ്. അതേപോലെ തന്നെ ഡബിൾ ടോപ്പ് ഇപ്പൊ ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഡബിൾ ടോപ്പ് കണ്ട ഡബിൾ ടോപ്പ് കണ്ട ഏകദേശം സെയിം ലെവലാണ് ഡബിൾ ടോപ്പ് വന്നേക്കണ്. അതിന് ഡബിൾ ടോപ്പിന്റെ കണ്ട ലോ ഇതാണ് വരുന്നത്. കണ്ട ലോ ഇത് വരുമ്പോ നമുക്ക് കണ്ട ഇവിടുന്ന് സെൽ സൈഡ് പോയി. ഞാൻ വേണമെങ്കിൽ ഒരു ലൈൻ വരച്ച് കാണിച്ചു തരാം.
ഇത് ഞാനിങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അവസാനം പോയിട്ട് ഇതൊന്നും പോയിട്ട് ട്രേഡ് ചെയ്യരുതിട്ടാ. ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ വല്ല നഷ്ടം വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടേ, ഇതിപ്പോ ക്ലിയർ അല്ലേ? ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നമുക്കൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത്. കണ്ടോ, ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് എന്താ നമുക്കൊരു സെൽ സൈഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ഡബിൾ ടോപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമുക്കൊരു സെൽ സൈഡ്, നമുക്ക് ഷോൾഡറും നമുക്ക് എന്താ പറയുക കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് അപ്പൊ ഡബിൾ ടോപ്പും ഷോൾഡറും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും ഈ പേരുകളൊക്കെ എന്താണെന്നുള്ള. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാവരും. ഈ ഫയൽ വേണമെങ്കിൽ ഞാൻ എല്ലാവർക്കും ഗ്രൂപ്പിൽ ഇടാം, കുഴപ്പമില്ല. ഞാൻ അയച്ചു ഇതിന്റെ PDF ഞാൻ എല്ലാവർക്കും അയച്ചു തരുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ് ഡബിൾ ടോപ്പ് കഴിഞ്ഞ് അതേപോലെ തന്നെ ഡബിൾ ബോട്ടം. കണ്ടോ, ഡബിൾ ബോട്ടം ഒരു സ്വിങ്ങില്, 2 സ്വിങ്ങില് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ ഒരു ബുള്ളിഷ് സിഗ്നൽ. ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ ഒരു ബുള്ളിഷ് സിഗ്നലാണ്. ഡബിൾ ടോപ്പ് എന്ന് പറയുന്നത് ബെയർ സിഗ്നലാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് ബെയർ സിഗ്നലാണ്. ഓക്കെ, സെയിം തന്നെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. നമുക്ക് പിന്നെ ഇതാണ് റൗണ്ടിങ് ബോട്ടം. റൗണ്ടിങ് ബോട്ടം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് വേസോ അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ഒരു സ്വിങ് 3-4 സ്വിങ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ, ഇത് കൂടുതലും ഒരു ദിവസമൊക്കെ കിട്ടാൻ വലിയ പാടാണ്. നിങ്ങളൊരു ആഴ്ചത്തെ ചാർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ചിലപ്പോൾ 1 ഡേ ചാർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും, ഇങ്ങനത്തെ ഒക്കെ കിട്ടും. ഓക്കെ, നമുക്ക് ഡെയിലി ഇങ്ങനത്തെ ഒരു ചാർട്ട് കിട്ടാനായിട്ട് കിട്ടായികൊന്നുമില്ല. നമുക്ക് നിഫ്റ്റിയിലെ ഇടിവൊക്കെ റഷ്യന്റെ മാർക്കറ്റൊക്കെ വന്നാൽ മതി, ഇതൊക്കെ നല്ല രീതിയിൽ റിവേഴ്സൽ വി ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ട്രെൻഡ് റിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ. അപ്പൊ ഇതിന്റെ ഈ ഒരു റൗണ്ട് ബോട്ടം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഇതിന്റെ റൗണ്ട് ബോട്ടം വന്നു കഴിഞ്ഞാൽ ഈ സ്വിങ്ങിന്റെ ഇവിടുത്തെ ഹൈ ഇല്ലേ, ഏതെങ്കിലുമൊക്കെ ഒരു ഹൈ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ടച്ച് ആയേക്കണ ഹൈ നോക്കാം. ഈ കൂടുതൽ ടച്ച് ആയേക്കണ ഹൈയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട ഒരു ബൈ സൈഡ് കിട്ടും. അതാണ് ഈ റൗണ്ട് ബോട്ടം പറയണത്. ഓക്കെ, അതിന്റെ ടോപ്പ് ബോട്ടത്തിലായിരിക്കും അതിന്റെ ഇവിടുന്ന് എവിടെന്നെങ്കിലും റിവേഴ്സിൽ വന്ന് തിരിച്ച് റൗണ്ട് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഹൈ, ഈ ഹൈ തന്നെ എടുത്തോ. ആ ഹൈ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് ഒരു ബൈ സൈഡ് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്ക് സെൽ സൈഡ് ആണ്, ഡബിൾ ടോപ്പ് സെൽ സൈഡ് ആണ്, ഡബിൾ ബോട്ടം ബൈ സൈഡ് ആണ്, അതേപോലെ തന്നെ നമുക്ക് റൗണ്ട് ബോട്ടം ബൈ സൈഡ് ആണ്. ഓക്കെ, റൗണ്ട് ബോട്ടം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് ഇനി റൗണ്ട് ബോട്ടത്തിനൊപ്പം കപ്പ് ആൻഡ് ഹോൾഡർ. ഈ റൗണ്ട് ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വെഡ്ജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? വെഡ്ജ് നമ്മൾ അടുത്ത് പഠിക്കുന്നുണ്ട്, വെഡ്ജ് എന്താന്നുള്ളത്. ഈ വെഡ്ജ് ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ വെഡ്ജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ട ഒരു കപ്പ് പോലെ കണ്ടില്ലേ? ഈ കപ്പ് പോലെ ഇരിക്കുമ്പോഴാണ് ഇതിനെയാണ് നമ്മൾ കപ്പ്. ഇതും നമുക്ക് എന്താ പറയാ ബൈ സിഗ്നലാണ്. ഓക്കെ, ഈ കപ്പ് പോലെയുള്ള കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറയുന്നത് സ്ട്രാറ്റജി നമുക്ക് ബൈ സിഗ്നലാണ്. ഓക്കെ, ഈ ഒരു റൗണ്ട് നമ്മൾ റൗണ്ട് ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കും. ആ കൺസോൾട്ടേഷൻ നമ്മൾ വെഡ്ജ് ആയിട്ട് കാണാം. അവിടുന്ന് ബ്രേക്ക് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് ഒരു ബൈ സൈഡ്. ഓക്കെ, ഇനി നമുക്ക് വെഡ്ജ് എന്താന്ന് നോക്കാം. വെഡ്ജ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പാണ് വെഡ്ജ് ഉള്ളത്. ഓക്കെ, 2 ടൈപ്പ്. ഒന്ന് എന്താണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, റൈസിംഗ് വെഡ്ജും ഒന്ന് ഫാളിംഗ് വെഡ്ജും. ഫാളിംഗ് വെഡ്ജും റൈസിംഗ് വെഡ്ജും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കൺസോൾട്ടേഷന് അല്ലെങ്കിൽ ചെറിയൊരു ഓരോ സ്വിങ്ങും അപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലല്ലേ? അപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. അത് സ്ട്രെയിറ്റ് ഇങ്ങനെ വെഡ്ജ് പോലെ, ചെറിയൊരു വെഡ്ജ് പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ജസ്റ്റ് അത് ഇന്നത്തെ ഏതെങ്കിലും ഡേറ്റിൽ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. റൈസിംഗ് ഫാളും നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. ഈ ലൈനൊക്കെ ഞാൻ മായ്ച്ചു കളയാം. നമുക്കൊരു പുതിയൊരു ലൈൻ എടുക്കാം. കണ്ട, ഈ ഒരു ഹൈ ഇവിടുത്തെ ഈ ഹൈ ടച്ച് ചെയ്ത് ഞാനൊരു ലൈൻ വരച്ച്, അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ ഈ ഹൈ ഇല്ലേ, ഈ ഹൈ ടച്ച് ചെയ്ത് ഇതും ടച്ച് ചെയ്ത് അവിടുന്ന് അടുത്ത ലൈന് ഹൈ ടച്ച് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ വരച്ച്. കണ്ട, ഇത് എല്ലാം കൂടി മാക്സിമം ടച്ച് ആവുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്ത്. കണ്ട, മാക്സിമം എല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ്. ഇപ്പൊ കണ്ട, ഒരു വെഡ്ജ് പോലെ ക്രിയേറ്റ് ചെയ്ത്. കണ്ട, വെഡ്ജ് പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് ബ്രേക്ക് ഔട്ട് നടത്തിയപ്പോ കണ്ട ഒരു ചെറിയൊരു
നമുക്ക് സെല്ലിംഗ് സൈഡ് കിട്ടിയ ഇതാണ് വെഡ്ജ്, ഇതാണ് റൈസിംഗ് വെഡ്ജ്. എന്ന് വെച്ചാൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നതിന് ശേഷം നമുക്ക് റൈസിംഗ് വെഡ്ജ് എന്തിനാണ്? നമുക്കൊരു സെൽ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്ക് ഇന്നലത്തെ നിഫ്റ്റി 50ന്റെ ചാർട്ടിൽ നമുക്ക് ഈ ഒരു വെഡ്ജ് വരച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇതില് ഓപ്ഷൻ, ഇതിൽ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓപ്ഷൻ ബൈങ് ഒന്നും പോയി എടുക്കരുത്. ഇവിടെ പോയിട്ട് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ എല്ലാവരും വിചാരിക്കണ്ടാവും ഈ വെഡ്ജ് അപ്പൊ വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമുക്കൊരു കിട്ടുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ബൈ ആയിട്ട് എടുക്കാം. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പോയിന്റ് കിട്ടും. ഈ ഒരു പോയിന്റിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ലോട്ടിൽ എന്താ പറയാ 5000 രൂപ മുടക്കി കഴിഞ്ഞാൽ 10000 മുടക്കി കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 3000 4000 രൂപ ഈ ഒരു ഇത് കിട്ടും. എല്ലാവർക്കും മനസ്സിലുണ്ടാവും. ആരും അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്ക് ബൈയിങ്ങിനൊക്കെ സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ, എല്ലാത്തിനും സ്ട്രാറ്റജി വെച്ച്, ഇതൊക്കെ നമുക്കൊരു ഇത് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. ചിലപ്പോൾ നമുക്ക് വർക്കൗട്ട് ആവും, ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഇത് പാറ്റേൺ എന്ന് പറയാനുള്ള കാര്യം. ഇത് സ്ട്രാറ്റജി ഒരിക്കലും ആവില്ല. ഓക്കെ, അപ്പൊ വെഡ്ജിങ് അത് മനസ്സിലായി. ഇതേപോലെ തന്നെ നമുക്ക് ഫോൾ ഉണ്ടാ നോക്കാം. ഫോൾ എവിടെയെങ്കിലും ഒക്കെ കാണുമായിരിക്കും. ഫോൾ ക്രിയേറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് നോക്കി നോക്കാം എന്താന്നുള്ളത്. ഇത് ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ഹൈ അത് കഴിഞ്ഞ് ഈ ഒരു ഹൈ ഇവിടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ലൈൻ വരച്ച് ഞാന് അതെല്ലാം കൂടി ഒന്ന് മുട്ടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഏകദേശം മുട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം എല്ലാം കൂടി ഒന്ന് മുട്ടുന്ന രീതിയിൽ വെച്ച്, അത് കഴിഞ്ഞിട്ട് താഴെ ഇവിടെ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ, ഈ ഒരു ഹൈ വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് ഈ ഒരു ഹൈ ഇത് ടച്ച് ആവണ്ട, ഇതെല്ലാം കൂടി ടച്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ട ഒരു വെഡ്ജ് പോലെ വന്നാണ്ട, ഈ വെഡ്ജ് വന്ന് ബ്രേക്ക് ഔട്ട് എടുത്തപ്പോ കണ്ട മുകളിലോട്ട് പോയി. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇവിടെ ഒരു വെഡ്ജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നത്തെ ഡേറ്റ ആണ്? ഇത് 6-ാം തീയതി ഡാറ്റ. 6-ാം തീയതി നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഈ വെഡ്ജ് ഫാളിങ് വെഡ്ജ് എടുത്തേക്കുന്നത്. അത് ഇവിടുന്ന് താഴോട്ട് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെഡ്ജ് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ നമുക്കൊരു അപ്പ് സൈഡിലേക്ക് ഒരു കിട്ടി, ബൈ സൈഡ്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് ഒരുവിധമൊക്കെ വർക്കൗട്ട് ആവണമെന്ന് മനസ്സിലായി. ഓക്കെ, ഈ പാറ്റേൺസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഒരുവിധം എല്ലാം എന്താ പറയുക വർക്കൗട്ട് ആവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതിലേക്കൊന്നും നമുക്ക് നമുക്ക് ആ ഒരു അക്യുറസി കിട്ടാൻ പറ്റൂല ഇതിലൊന്നും. അതുകൊണ്ടാണ് നമ്മൾ ഇതിലൊന്നും എന്താ പറയുക നമ്മൾ ചെയ്യാറ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നിങ്ങൾ നിഫ്റ്റി ഓപ്ഷൻസിലൊക്കെ ബൈയിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം ഇതൊക്കെ വർക്കൗട്ട് ആവും, എത്രത്തോളം ആവും എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് ഓപ്ഷൻസിലേക്ക് കയറാം. പക്ഷെ വലിയ ക്വാണ്ടിറ്റി എടുത്ത് വലിയ ലോസ് ഒന്നും എടുത്ത് ആരും പോകരുത്. ഓക്കെ, അത് നമുക്ക് സ്ട്രാറ്റജി ഒന്നും ഇതിന് ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അങ്ങനത്തെ രീതി, കാരണം ഓപ്ഷൻ ബൈയിങ്ങിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ലാഭം കിട്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഓപ്ഷൻസിന്റെ ക്ലാസ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ആവും. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ബെറ്റർ ആയിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. ഇതും വെഡ്ജൊക്കെ സെയിം തന്നെയാണ്. എല്ലാത്തിനും നമുക്ക് ഒരുവിധം ഒരു 50-50 ആണ് എല്ലാത്തിനുള്ള ചാൻസസ്. ഓക്കെ, അപ്പൊ അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിലൊക്കെ നമുക്ക് ഇതൊക്കെ എന്താ പറയുക ഇപ്പൊ ഞാൻ പറയണ പോലെ വർക്കൗട്ട് ചെയ്ത് പോകും. പക്ഷെ ലൈവ് മാർക്കറ്റിൽ ഇതൊന്നും വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം നമ്മൾ ഈ ചാർട്ട് വരക്കണതും ഈ സാധനങ്ങളൊക്കെ ഫാൾസ് ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യും. ആ ഫാൾസ് ബ്രേക്ക്ഔട്ടിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പൈസ പോകും. ഓക്കെ, അപ്പൊ ഈ അസെൻഡിങ് ട്രയാങ്കിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോളില് എല്ലാ ഹൈയും നമുക്ക് മാക്സിമം ഹൈ എല്ലാം ക്രിയേറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. താഴത്തെ ലോസ് എല്ലാം ഒരു എന്താ പറയാ ഒരു ലോവർ ഹൈ എന്നുള്ള എല്ലാ ലോവറും ഒരു ഹൈ ലോവർ എന്നുള്ള രീതിയിൽ പോകണം. അല്ലെങ്കിൽ ലോവർ ഹൈ എന്നുള്ള രീതിയിൽ പോകണം. പക്ഷെ ടോപ്പ് എല്ലാം എന്താ പറയുക ഒരേ ലൈനിലായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു അസെൻഡിങ് പാറ്റേൺ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം നമ്മളെ ചാർട്ടിൽ. ഇതൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അസെൻഡിങ് പാറ്റേൺ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും നോക്കാം. അസെൻഡിങ് പാറ്റേൺ കുറച്ച് നമ്മൾ ടൈം ഫ്രെയിം ഒക്കെ നമ്മൾ മാറ്റിയൊക്കെ നോക്കേണ്ടി വരും. അസെൻഡിങ് പാറ്റേൺ ഇവിടെ ഒന്നും ഇല്ല.
ഒരു 1 ഡേയിലേക്ക് നമുക്ക് സ്റ്റഡി പർപ്പസ് അല്ലേ, ഒരു 1 ഡേയിലേക്ക് നമുക്ക് നോക്കിയിട്ട് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അസെൻഡിങ് പാറ്റേൺ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അസെൻഡിങ് എന്ന് പറയുമ്പോൾ കിട്ടാനൊന്നുമില്ലേ? ഓക്കെ, ഇവിടെ നമുക്കൊരു അസെൻഡിങ് പാറ്റേൺ വരച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ലൈൻ എടുത്ത് വേണ്ട, ഇവിടെ ഒരു ഏകദേശം നമുക്ക് എന്താ പറയുക കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ഇതിങ്ങനൊക്കെ ഒരു ലൈന് ഞാൻ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്താം. ഓക്കെ, ഇങ്ങനൊരു ലൈന് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അസെൻഡിങ് നമുക്ക് കിട്ടിയിട്ടില്ല, ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു ഏകദേശം അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരച്ചിട്ട് വേണ്ട, ഈ ഒരു പാറ്റേണിൽ വരക്കാം. നമുക്ക് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വരക്കണം എന്നുള്ളൂ കേട്ടാ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതൊരു ലൈൻ വരച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ ഒരു അസെൻഡിങ് പാറ്റേണിൽ വേണ്ട ഈ ഹൈസും കാര്യങ്ങളൊക്കെ ഇതാക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മളെ ലോസ് എല്ലാം ഒന്ന് നമുക്ക് എല്ലാ ലോസും കൂടി ഒന്ന് ടച്ച് ആവുന്ന രീതിയിൽ നമുക്കൊരു ലൈൻ വരക്കാം. മാക്സിമം എന്ന് വെച്ചാൽ ലോസ് ടച്ച് ആവാന്ന് പറയുമ്പോൾ എല്ലാ ലോസും ടച്ച് ആവണമെന്ന് ഉറപ്പില്ല, പക്ഷെ നമുക്ക് മാക്സിമം ടച്ച് ആയി. ഇപ്പൊ ഞാന് ഇവിടത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 ലോസേ ടച്ച് ആവുന്നുള്ളൂ. ഇവിടത്തേക്ക് വെക്കുമ്പോൾ 2-3 ചെറിയ വേറെ കുറച്ച് ക്യാൻഡിൽസ് ടച്ച് ആവുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ട നമുക്കൊരു അസെൻഡിങ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് എടുത്തപ്പോൾ കണ്ട ഇവിടുന്ന് ഇവർ പറഞ്ഞ ബ്രേക്ക് ഔട്ട് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ഒന്നുകൂടി പോയൊക്കെ എന്താണ് അവര് അസെൻഡിങ് ക്യാൻഡിലിൽ വരുന്നത്. അസെൻഡിങ് ക്യാൻഡിലിൽ വരുന്നത് നമുക്ക് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇത് ഈ ട്രയാങ്കിൾസിന്റെ മെയിൻ ഒരു ഇത് പറയുമ്പോൾ നമുക്ക് 2 സൈഡിലേക്ക് ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട്. ഈ അസെൻഡിങ് ട്രയാങ്കിൾ ആയിക്കോട്ടെ ഡിസെൻഡിങ് ട്രയാങ്കിൾ രണ്ടും നമുക്കിവിടെ ചെറുതായി പോയിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്നെങ്കിൽ അപ്പർ സൈഡ് നമുക്ക് ബൈ ചെയ്യാം, താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ഈ ലൈന് പക്ഷേ ഈ ലൈനൊക്കെ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് അത് വരുള്ളൂ. അപ്പൊ ഈ ലൈന് അതാ പറഞ്ഞത്, നമുക്ക് ഓഫ് മാർക്കറ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പക്ഷെ ലൈവ് മാർക്കറ്റിൽ ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുന്ന് ഇനി ചിലപ്പോൾ ഇവിടുന്ന് കുറച്ചൊന്നൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ പോയി വീണ്ടും കിടന്നിട്ട് ഇവിടെ കിടന്ന് കടിക്കും ഈ ഒരു ഏരിയയിൽ, അന്ന് ചിലപ്പോൾ മുകളിലോട്ട് പോകും. നമ്മളപ്പോ ഇവിടുന്ന് സെല്ല് എടുത്തിട്ടുണ്ടാവും. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ലൈവ് മാർക്കറ്റ് ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഇവിടെ എന്താന്ന് നമ്മൾ അറിയണില്ലല്ലോ. അപ്പൊ ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് കണ്ട ഈ ഒരു ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഈ ഒരു ക്യാൻഡിൽ കണ്ട ബ്രേക്ക് ഔട്ട് എടുത്ത്, അപ്പൊ നമ്മൾ എന്ത് ഇവിടെ പോയിട്ട് സെല്ല് എടുക്കും. ചിലപ്പോ ഇതിപ്പോ സെല്ല് പോയിട്ടുണ്ട്, നമ്മൾ എന്താ പറയാ നമുക്കിത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഈ ക്യാൻഡിൽസ് ഒന്നും അറിയില്ല. തിരിച്ചത് കയറി പോയിട്ട് ഇവിടെ കിടന്ന് കളിച്ച് ഈ അറ്റം വരെ പോയിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ലോസിൽ പോകും. മനസ്സിലായില്ലേ? അതാണ് അസെൻഡിങ്. ഇതിൽ അസെൻഡിങ് പാറ്റേൺ ഡിസെൻഡിങ് പാറ്റേണിൽ നമുക്ക് രണ്ടിലേക്കും ഓപ്പർച്യൂണിറ്റി. മേജർലി നമുക്ക് സെൽ സൈഡിലേക്കാണ് വരാം. മനസ്സിലായില്ലേ? സെൽ സൈഡിലേക്കാണ് അതിന്റെ മേജർ വരാം, അപ്പ് സൈഡിലേക്ക് കുറവായിരിക്കും, കൂടുതൽ സെൽ സൈഡാണ് വരാം. അതേപോലെ തന്നെ ഡിസെൻഡിങ് ആകുമ്പോൾ അപ്പ് സൈഡിലേക്കാണ് കൂടുതലും വരാം. ഡിസെൻഡിങ് നമുക്ക് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ജസ്റ്റ് ഒന്ന് തേക്കാം. ഓക്കെ, ഡിസെൻഡിങ് ഒന്ന് നോക്കട്ടെ ഞാൻ എവിടെയെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. അവിടെ നമുക്ക് സെൽ സൈഡിലേക്ക് ഒരു ഡിസെൻഡിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഡിസെൻഡിങ്ങിന്റെ നമുക്ക് സെൽ സൈഡ് അത് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ ഇതല്ല. ഓക്കെ, നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ എന്താണ്, നമുക്ക് ഡിസെൻഡിങ് ഓർഡർ ഒന്ന് കണ്ടിട്ട് വരാം. ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം. ഇത് അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ബോട്ടം സ്ട്രെയിറ്റ് ആയിരിക്കണം, അതിന്റെ ടോപ്പ് ഈ വരക്കണായിരിക്കണം എന്താ പറയാ ഇൻക്ലൈൻഡ് ആയിട്ട് പോകേണ്ടത്. ഓക്കെ, നമുക്കപ്പോ ബോട്ടം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടുന്ന് എവിടെന്നെങ്കിലൊക്കെ നമുക്ക് വരച്ചു നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം ഇട്ട് ഇവിടം വരെ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിമം ലോസ് ടച്ച് ആവുന്ന രീതിയിൽ ഇവിടെ ഞാൻ വെക്കുമ്പോൾ ആകെ 2-3 ലോസ് ഒരു ലോസ് ടച്ച് ആവുന്നുള്ളൂ. കുറച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ഒരു ടച്ച് ആയിട്ടുണ്ട്, ഇവിടെ ഒന്ന് ടച്ച് ആയിട്ടുണ്ട്, ഇവിടെ ഒരു ലോസ് ടച്ച് ആയിട്ടുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്, പിന്നെ ഇവിടെ 2 ഹൈയും ടച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈൻ പിടിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ഇതാണ് കിട്ടിയേക്കണത്. ഈ റിവേഴ്സ് വരണം, റിവേഴ്സ് വരുമ്പോൾ ഇത് വേറൊരു ട്രയാങ്കിൾ ആയിട്ട് മാറും. നമ്മള് ഡിസെൻഡിങ്ങിന്റെ തന്നെ റിവേഴ്സ് ട്രയാങ്കിൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പോയാ
ഇവിടെ അല്ല നമ്മൾ വരച്ചത്. ഇവിടെ ഇവിടെ കുറച്ചൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഞാൻ നോക്കാം, ഇവിടുത്തെ രീതിയിൽ നോക്കാം വരച്ചിട്ട്. ഇവിടെ നമ്മൾ ഒരു ലൈൻ വരച്ച് അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ അസെൻഡിങ് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ എല്ലാ ഹൈയും കറക്റ്റ് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം ഹൈ ലോ കട്ട് ചെയ്യണ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടം വരെ നമുക്ക് പോയിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് കണ്ടുകൂടെ ആയിട്ട് ലോങ് ആയിട്ട് നീറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ മാക്സിമം 1 2 3 4 5 6 7 8 9 10 കുറെ ടച്ചിങ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇത് ലോങ് ടൈമിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ വന്നത്. ഇൻട്രാഡേയിലൊക്കെ ആകുമ്പോൾ അത്ര വലിയ ഇത് കാണൂല. ഓക്കെ, കണ്ട ഇവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് വന്നു. ഈ പറയണ എന്താണ്, നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബൈ സൈഡ് എടുക്കാം, നമുക്ക് ലാഭം കിട്ടും. പക്ഷെ ഇവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് വന്ന് തിരിച്ചു കയറി അവിടെ തന്നെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത്, തിരിച്ച് ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് കയറി വന്നു. ട്രയാങ്കിളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീണ്ടും രണ്ടാമത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നതിലാണ് അത് മുകളിലോട്ട് പോയേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആണ് ഇത്. പക്ഷേ ഇത് കാച്ചപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു ലാഭം കിട്ടും. അത് കഴിഞ്ഞ് ഇവിടുന്നാണ് ഇത് ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളും നമുക്ക് ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് അസെൻഡിങ് ട്രയാങ്കിളും ഡിസെൻഡിങ് ട്രയാങ്കിളും. ഇത് ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഡിസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ സെയിം ലൈനും ഇതിന്റെ തന്നെ റിവേഴ്സും വരും. ഇത് തന്നെ ഇങ്ങനെ നമുക്ക് എന്താ പറയുക വരുന്ന ട്രയാങ്കിളിൽ നമുക്ക് അത് എന്താ പറയുക എൻട്രി എടുക്കാം. അത് വേറൊരു ട്രയാങ്കിൾ ആണ് കാരണം അതൊന്നും നമുക്ക് അത്രയിലൊക്കെ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ട്രയാങ്കിൾ. പഠിക്കേണ്ടതല്ല, മനസ്സിലാക്കേണ്ട, അറിയേണ്ട ട്രയാങ്കിൾ പാറ്റേൺസ്. ഇനി ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ സിമെട്രി പാറ്റേൺസ്. സിമെട്രി പാറ്റേൺ എന്ന് പറയുമ്പോൾ താഴെ നമുക്ക് ഇപ്പൊ രണ്ട് പഠിച്ച എന്ന് പറയുമ്പോൾ താഴെ ഒരു ലൈന് അല്ലെങ്കിൽ മുകളിൽ ഒരു സ്ട്രേറ്റ് ലൈന്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഐസോസെൽസ് ട്രയാങ്കിൾ പോലെ തന്നെ രണ്ട് താഴേക്കും മുകളിലേക്കും എന്താ പറയുക സ്ലാൻഡിങ് ആയിട്ടുള്ള എന്താ പറയാ ലൈൻസ് തന്നെയാണ് വരക്കേണ്ടത്. നമുക്ക് നോക്കാം ഇത് നമുക്ക് എവിടെയെങ്കിലും ഈ റീസെന്റ് ഡേയ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇവിടെ റീസെന്റ് ഡേയ്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കിട്ടിയിട്ടില്ല. ഒരു ലോങ് അടുത്തൊന്നും നമുക്കിത് കിട്ടിയിട്ടില്ല. പിന്നെ സൂം ചെയ്ത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും സാധനം. ഇതൊക്കെ പാരലൽ ആയിട്ട് പോകുന്ന സാധനമാണ്. ഇതൊക്കെ നമുക്ക് പാറ്റേൺസ് ഉണ്ട്. താഴെ മുകളിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പാരലലോഗ്രാം പോലെ പാരലൽ ആയിട്ട് ചാനലിൽ പോയി പാരലൽ ചാനൽ എന്ന് പറയും ഇതിനാ. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പഠിക്കാനായിട്ട്. നമുക്ക് അത്രയൊന്നും നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് നോർമലി ഇതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ നമ്മൾ യൂട്യൂബില് എല്ലാവരും പറയണ പോലെ തന്നെ നമുക്കും യൂട്യൂബ് വേണമല്ലോ. നമുക്ക് അപ്പൊ അതുകൊണ്ട് യൂട്യൂബിലൊക്കെ ഇതൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാനിത് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാം. ഇതൊന്നും ഇപ്പൊ ഇത്ര വലിയ ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളായതുകൊണ്ട്, കാരണം നമ്മൾ പഠിക്കേണ്ട ആവശ്യം. ഇതൊരു ചാനൽ വരും ഇവിടെ, പാരലൽ ചാനൽ എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് എടുക്കാം. ഇവിടെ പാരലൽ ചാനൽ കിട്ടുന്നത് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഓക്കെ, അതൊക്കെ നമുക്ക് എന്താ പറയുക കോമൺ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതൊന്നും പഠിപ്പിക്കാത്തത്. ഇവിടെ നമുക്ക് ഇപ്പോഴത്തെ സിമെട്രി ട്രയാങ്കിൾ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയാണ്. സിമെട്രി ട്രയാങ്കിള് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വരക്കാന്നുള്ളൂ. അത് വേണമെന്നുണ്ടെങ്കിലാണ്. കാരണം വെച്ചാൽ നമുക്കിത് കിട്ടാനൊക്കെ വലിയ പാടാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഇതാണ് സിമെട്രി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഹൈയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ ഹൈ കൂടി ടച്ച് ആവുന്ന രീതിയിൽ. ഓക്കെ, ഇതാണ് സിമെട്രി പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും ഇൻക്ലൈൻഡ് ആയിട്ട് പോകും. രണ്ട് സൈഡ് ഏകദേശം കണ്ട. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഇത് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ സൈഡ് കിട്ടി. മുകളിലോട്ട് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ സൈഡ് കിട്ടി. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ പോയി. ഓക്കെ, ഇവിടെ ഉണ്ട്. ക്ലിയർ ആയല്ലോ? സിമെട്രി നമുക്ക് എന്താന്ന് മനസ്സിലായല്ലോ? സിമെട്രി പാറ്റേൺ. ഓക്കെ, നമുക്ക് അത്ര ഉള്ളൂ എന്ന് തോന്നുന്നു ഇതില്. നോക്കട്ടെ. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇത്രയും പാറ്റേൺസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതിന്റെ PDF ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ അയക്കുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇതില് ഡൗട്ട് നിങ്ങൾ ഞാനെങ്കിൽ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്ര വലിയ അത്യാവശ്യമില്ല. ഈ പേരുകളും എന്താണ് ഈ പാറ്റേൺസിലൊക്കെ നടക്കുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കലാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഇതില് വേറെ എന്തെങ്കിലും
എന്താ പറയുക നിങ്ങൾക്ക് അറിയാനുണ്ട്, ഇന്നലത്തെ ക്ലാസ് ആയിക്കോട്ടെ ഇന്നത്തെ ക്ലാസ് ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഇപ്പൊ ഇത്തരം നമുക്ക് ബേസിക്സ് മതി. എന്തെങ്കിലും ആവശ്യമുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും അറിയാൻ, അല്ലെങ്കിൽ ഞാൻ മിസ്സാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി ഉണ്ടാവല്ലോ. ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി അടുത്ത ലെവലിലേക്ക് പോകുന്നുണ്ട് നമുക്ക്. അതിൽ ഓക്കെ. സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇപ്പൊ ലെവൽ 2ലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ഇനി അടുത്ത ലെവൽ 3ലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങൾ എന്താ പറയുക, ഇത് പഠിച്ച് ഈ ഒരു ലെവൽ 2 കഴിഞ്ഞ് ഈ കോഴ്സുകൾ കഴിഞ്ഞ് നിങ്ങളത് എല്ലാവരും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ. കാരണം അടുത്ത ഞാൻ ലെവൽ 3 എന്ന് പറഞ്ഞത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് ഞാൻ പറയുന്നത്. ഇത് കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ പേരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും, കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ്. അടുത്തത് പറയുമ്പോൾ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവണം. അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിപ്പോ ഈ കൺസിസ്റ്റന്റ് ഗ്രോത്തിൽ ഉണ്ടാക്കിയ എല്ലാ പൈസയും കൂടി അവിടെ കൊണ്ടേ കളയും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ലെവൽ 3ലേക്ക് പോകുന്നത്. ലെവൽ 3 ഫാസ്റ്റ് ഗ്രോത്ത്. അതിൽ ഓപ്ഷൻ ബൈയിങ് ഉണ്ടാവും, ഫോറക്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അത് നിങ്ങൾ കേറാൻ വേണ്ടി ഒരു സമയം ഉണ്ടാവും, കാലയളവുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇതിൽ നിന്നൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൽ നിങ്ങൾ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻസി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ ക്യാപിറ്റൽ സേഫ് ആക്കണം. ഈ എന്താ പറയാ, പക്ഷികൾ അവരെ കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണ് സേഫ് ആക്കി വെക്കില്ല, നമ്മൾ പിള്ളേരൊക്കെ സേഫ് ആക്കി വെക്കൂല എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ക്യാപിറ്റൽ സേഫ് ആക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറാവണം. ഇപ്പോഴും നിങ്ങൾ ലെവൽ 2ലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടാവണമെന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കാരണം അത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മാസം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട്, മനസ്സിലായില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മാസം നമുക്കൊരു എമൗണ്ട് കിട്ടി, നമുക്ക് ലോസ് ഒരുപാട് കുറച്ച്, നമ്മളെ ടെൻഷൻ ഒരുപാട് കുറച്ച്, നമ്മൾ ഒരു ട്രേഡിലൊക്കെ ഇറങ്ങി നമ്മളെ മനസ്സ് കിടന്ന് പടപടപടാന്നിരിക്കും, ഇല്ലേ? എല്ലാവർക്കും ഇരിക്കൂലേ? പക്ഷെ നമ്മൾ സ്ട്രാറ്റജി 1 ആയിക്കോട്ടെ സ്ട്രാറ്റജി 2കാർക്ക് ഒരിടിയില്ല, ഒരു മനസ്സിടിയില്ല, മനസ്സിലായില്ലേ? സ്ട്രാറ്റജി 1കാർക്ക് കുറച്ചെങ്കിലും ഇടിക്കണ്ടാവും. സ്ട്രാറ്റജി 1 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിരിക്കും. പക്ഷെ പണ്ടത്തെ മനസ്സിരിക്കലൊന്നും ഇപ്പൊ ഉണ്ടാവില്ല. ആ സ്ട്രാറ്റജി 1ൽ തന്നെ ഒരു മാസം നിങ്ങൾ ആ സ്ട്രാറ്റജി 1ൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുന്നുള്ള റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആവും. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ MRS, മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, പിന്നെ എന്തായിരുന്നു എന്തായിരുന്നു? MRS, സ്റ്റോപ്പ് ലോസ്. ഓക്കെ, MRS എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ MRS എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയാ, മന്ത്ര എന്ന് പറഞ്ഞില്ലേ, എന്റെ ഒരു മന്ത്ര എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ പറയുക, ഈ 3 സാധനങ്ങൾ വേണം. എന്റെ മണി എനിക്ക് സേഫ് ആക്കണം, അത് മാനേജ് ചെയ്യണം. എന്റെ റിസ്ക് എനിക്ക് മാനേജ് ചെയ്യണം, എത്രത്തോളം റിസ്ക് ഞാൻ എടുക്കാൻ പറ്റൂ, എത്രത്തോളം എനിക്ക് റിവാർഡ് കിട്ടും എന്നുള്ളത് മാനേജ് ചെയ്യണം. ഓരോ സ്ട്രാറ്റജിയിലും ഞാൻ റിസ്ക് റിവാർഡ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റിസ്ക് റിവാർഡിന്റെ മാനേജ്മെന്റ് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു സ്ട്രാറ്റജി, ഓപ്ഷൻ ബൈയിങ് ആയിക്കോട്ടെ ഫാസ്റ്റ് ഗ്രോത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ഒരു സാധനവും ഇല്ല, മനസ്സിലായില്ലേ? സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്താ പറയുക, മാനേജ് ചെയ്യണം. ഇപ്പോ 0.78% സംതിങ് വി ആർ ബുക്കിംഗ് പ്രോഫിറ്റ്. അപ്പോ 1:2 കിട്ടില്ലല്ലോ അതല്ലേ? അതാണ് പറഞ്ഞത്, 1:2 നമുക്ക് എന്താ പറയുക, അങ്ങനെ നമുക്ക് റേഷ്യോയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല നമ്മളൊരു സ്ട്രാറ്റജി. നമുക്ക് ചെറിയ ഇപ്പൊ നമുക്ക് എന്താ പറയാ സാർ, ഒരു ഇപ്പൊ ഇന്നലത്തെ അല്ല, കഴിഞ്ഞ 2 ദിവസം എനിക്കൊന്ന് ട്യൂസ്ഡേയിലത്തെ തോന്നുന്നത്, ട്യൂസ്ഡേയിലത്തെ ഒരു പവർ ഗ്രിഡ് ആണോ എന്നറിയില്ല, ഏതൊരു സ്റ്റോക്ക്, ചെറിയ സ്റ്റോക്കാണ്. അതിന്റെ 204 രൂപക്കാണത് ബൈ സൈഡ് വന്നത്. 203.5 നമ്മളെ സ്റ്റോപ്പ് ലോസ് വന്ന് 206 സംതിങ് ആണ് നമ്മള് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചത്, ഫസ്റ്റ് ടാർഗറ്റ് വന്നത്. അപ്പോ ഇത് 50 പൈസന്റെ സ്റ്റോപ്പ് ലോസ്, നിങ്ങൾക്ക് 1 രൂപയുടെ ടാർഗറ്റ് വന്നത്. ആ സെയിം ഡേയിൽ തന്നെ അദാനിയാണോ റിലയൻസ് ആണോ എന്ന് അറിയില്ല, നമ്മൾ സ്റ്റോപ്പ് ലോസ് വലുതേ ക്യാൻഡിലായിരുന്നു. നമുക്ക് 2200 ചില്ലാനിലും വാങ്ങിയിട്ട് സ്റ്റോപ്പ് ലോസ് ഒരു 30-35 പോയിന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ടാർഗറ്റ് നമുക്ക് ഒരു 15 പോയിന്റ് 16 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ എല്ലാവരും പറഞ്ഞു, എൻട്രി ചെയ്ത് എല്ലാവരും പറഞ്ഞു, ഇത്രയും വലിയ ക്യാൻഡിൽ വരുമ്പോൾ
നമ്മള് എന്താ പറയാ ഹാഫിൽ എടുക്കണം. 50%. എന്നുവെച്ചാൽ കാൻഡിലിന്റെ 50%. കാൻഡിലിന്റെ 50% നമ്മളെ എൻട്രി പ്രൈസിൽ നിന്ന് -0.5 മേലെ ആണെങ്കിൽ നമ്മൾ 0.5 എടുക്കണം. മനസ്സിലായില്ലേ? 0.5% എടുക്കണം. അല്ലെങ്കിൽ ആ കാൻഡിലിന്റെ അത് താഴെയാണെന്നുണ്ടെങ്കിൽ കാൻഡിൽ ഏതാണ് ചെറുത്. നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് 0.5% മേലൊക്കെ നമ്മൾ ഒരു സ്റ്റോക്കിലും നമുക്ക് എന്താ പറയാ സ്റ്റോപ്പ് ലോസ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ തന്നെ അതാണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു സ്റ്റോക്ക് എടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരു ദിവസം ഒരു സ്റ്റോക്കിൽ 0.5 അടിച്ച ആ 0.5 അടുത്ത ദിവസം നിങ്ങൾക്ക് ഒരു 10,000 വെച്ച് കളിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അടുത്ത ദിവസം ടാർഗറ്റ് അടിച്ചെങ്കിൽ ഇതിവിടെ മീറ്റായി. അപ്പോഴും 25% അവിടെ 0.25% അവിടെ കിട്ടി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ സ്ട്രിക്റ്റ് ഫോളോ. അതാണ് നമ്മളെ മൈൻഡ് സെറ്റ്. മനസ്സിലായില്ല? ഒരു മാസം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ദിവസം പോലും വിടാതെ. ഇപ്പൊ സാർ ഇപ്പൊ എന്താ എന്റെ അടുത്ത് പറഞ്ഞ സ്ട്രാറ്റജി 1 കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സാർ 1 കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ 4ലും സാർ എൻട്രി എടുക്കുക. 10,000 വെച്ചിട്ട് എടുത്താൽ മതി. 50,000 സ്റ്റോക്ക് സാറിന് കയ്യിലുള്ളെങ്കിൽ 10,000 വെച്ച് 4 സ്റ്റോക്കിലും എൻട്രി എടുക്കണം. അപ്പൊ നമുക്ക് ഒരു സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ബാക്കി അല്ലെങ്കിൽ 2 സ്റ്റോക്ക് അടിച്ചാലും ഇനി 3 സ്റ്റോക്ക് അടിച്ചു കഴിഞ്ഞാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് 0.5, 0.5, 1.5 0.75 അപ്പോഴും നമുക്ക് 0.75 നമ്മള് ലോസ് വന്നിട്ടുള്ളൂ. ഇപ്പൊ 3 സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോലും ഒരെണ്ണം 0.7 ഉണ്ട്. ഇതെല്ലാം 0.5 ആണ്. 1.5% ലോസ് ആയി. എന്നാലും 0.75% ക്യാപിറ്റൽ പോലും. അപ്പോഴും നമ്മളെ ക്യാപിറ്റൽ സേഫ് ആണ്. അതേ സമയത്ത് നമ്മൾ ഒന്നിൽ മാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് അടിക്കണ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അടുത്ത ദിവസം വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ. മറ്റേന്ന് പറയുമ്പോൾ 4 ഓപ്പർച്യൂണിറ്റി 4ൽ നിങ്ങൾ എൻട്രി ചെയ്യും. 4 മാക്സിമം 5. അതിന്റെ അപ്പുറത്തോട്ടൊന്നും നമുക്ക് അതില് വരൂല. അത് 100 ഇപ്പൊ നമ്മള് സമയം കിട്ടില്ല. അത്ര സമയം കിട്ടില്ല. നമുക്ക് അത്ര കിട്ടാൻ ഇഷ്ടംപോലെ സ്റ്റോക്ക്. പക്ഷെ ഈ 5 നമുക്ക് മതി. 4, 5 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആ 4ലും നിങ്ങൾ എൻട്രി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എല്ലാ ദിവസവും ഞാനിപ്പോ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇടണ്ടായിരുന്ന ഒരു ടെംപ്ലേറ്റ് പോലെ എല്ലാ ദിവസവും നമ്മൾ ഏതൊക്കെ നമുക്ക് ഇന്ന് ആയിട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോ 1.5% അടക്കം അല്ലെങ്കിൽ 1.78 ഒരു 2% താഴെ എത്ര നമുക്ക് എൻട്രി ഉണ്ടോ ആ എല്ലാ എൻട്രിയിലും നിങ്ങൾ 10,000 വെച്ച് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2% താഴെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ നമുക്ക് 1.25% കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ മാർക്കറ്റിലും. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ചില സ്റ്റോക്കിൽ 3% ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം കൂടി ആയിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. 1.2 എന്ന് വെച്ചാൽ 1ന്റെ മേലേക്കും 2ന്റെ താഴേക്കും എല്ലാ ദിവസവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇത്രയും ദിവസം നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ദിവസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ ദിവസവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 4 ഉണ്ടെങ്കിൽ 4ലുണ്ടെങ്കിൽ 3 ആണെങ്കിൽ 3 എത്ര ഉള്ളു 4, 5 വരെ മാക്സിമം ഉള്ളൂ. ഒരു 50,000 നിങ്ങൾ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇനി 40,000 ഉള്ളൂ, 5 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10,000 എന്നുള്ള ഒരു 8,000 അല്ലെങ്കിൽ 9,000 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് പക്ഷെ അത് അറിയാൻ പറ്റില്ല 5ാമത്തെ കിട്ടുമില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ 10,000 വെച്ച് തന്നെ ചെയ്താൽ മതി. 4 എടുത്താൽ 4 മതി. മനസ്സിലായില്ല? കൂടിയൊന്നും 1 സ്റ്റോപ്പ് ലോസ് അടിക്കുള്ളൂ. ഇന്നലെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് 2 ടാർഗറ്റ് വരുന്നു ഇന്നലത്തെ ദിവസത്തില്. ഓക്കെ, അതുകൊണ്ട് തന്നെ 3 സ്റ്റോപ്പ് ലോസ് നമ്മൾ സ്ട്രാറ്റജിയിൽ ഇന്നവരെ അടിച്ചിട്ടില്ല. 2 2 50-50 നമുക്ക് 4 സ്റ്റോക്ക് എടുത്തതിൽ 2 സ്റ്റോപ്പ് ലോസ് അടിച്ച് 2 ആയിട്ടുണ്ട്. നമുക്കില്ലാന്ന് ഞാൻ പറയണില്ല. എന്നാലും ഇവിടെ 1%, ഇവിടെ 1.5% കൂടിയിട്ട് നമുക്ക് 0.5% ലാഭത്തിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്കത് സ്ട്രാറ്റജി ചെയ്യുമ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യണം. മനസ്സിലായില്ലേ? ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം 4 എൻട്രി എടുക്കാനുള്ള കാര്യം ശ്രമിക്കുക. ഈ സ്ട്രാറ്റജി 1ൽ നമുക്ക് റിവാർഡ് കൂടുതലാണ്, അതേപോലെ തന്നെ റിസ്ക്കും കൂടുതലാണ്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്. പക്ഷെ മറ്റേ സ്ട്രാറ്റജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിവാർഡ് കുറവാണ്, അതേപോലെ തന്നെ റിസ്ക്കും കുറവാണ്. സ്ട്രാറ്റജി 2 യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരും എന്താ പറയുക ഒരു നെഞ്ച് പെടപെടപ്പ് പോലും ഇല്ല. മനസ്സിലായില്ലേ? സാറ് കുറച്ച് ദിവസം ഡൽഹിയിൽ എന്തോ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് സാറിന് ആ ഒരു നമ്മളാ ഗ്രൂപ്പിൽ കുറച്ച് കോൺവെർസേഷൻ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതില് ഇപ്പൊ അജിത് സാർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം അത് കോൺസെൻട്രേറ്റ് ചെയ്യണില്ല. പിന്നെ ഇപ്പൊ അജിത് സാർ ഇപ്പൊ അത് രണ്ടാമത് എന്റെ അടുത്ത് ചോദിച്ചു. ഇപ്പൊ ഗ്രൂപ്പിൽ സാറിന് കാണാം അജിത് സാർ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പൊ എന്താ പറയുക ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് സ്ട്രാറ്റജി 2. കാരണം പറയുമ്പോൾ സ്ട്രാറ്റജി 2 എന്ന് പറയുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഒരു 1,000 രൂപ കിട്ടും, ചൊവ്വാഴ്ച നിങ്ങൾക്ക് ഒരു 1,000 രൂപ കിട്ടും, ബുധനാഴ്ച ഒരു 1,500, 1,600 കിട്ടും. വ്യാഴാഴ്ച ഡെഫിനറ്റ് ആയിട്ട് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ട് കാശുള്ള ആൾക്കാർ വ്യാഴാഴ്ച 1,00,000 രൂപ ഇട്ടിട്ട് ആ ട്രേഡിലേക്ക് ഇറങ്ങിയിരിക്കണം. മിനിമം നിങ്ങൾക്ക് 2,000ന്റെ മേലെ കിട്ടും. അത് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച എല്ലാവരും
എന്താ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. മിനിമം 1 ലക്ഷത്തിന് നിങ്ങൾക്ക് 2500 രൂപ കിട്ടും. ബാക്കിയുള്ള 4 ദിവസം സാറ് ഈ സ്ട്രാറ്റജി 1 ചെയ്ത് അതിലൊരു 100, 200, 300, 500 രൂപ ലോസ് വന്നാലും ആ ഒറ്റ ലോസ് ഈ വ്യാഴാഴ്ച നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് സ്ട്രാറ്റജി 2 സാറിന്റെ അടുത്ത് കാശ് ഉണ്ടാവുമായിരിക്കും. എന്നിരുന്നാലും ആ സ്ട്രാറ്റജി 2ലേക്ക് എന്താ പറയുക സാറ് മാക്സിമം ചെയ്യാം. ഓക്കെ, സ്ട്രാറ്റജി 2ലേക്ക് ഇറങ്ങാനുള്ള ഒരു വരും. കാരണം എന്നാലും നമുക്ക് കൺസിസ്റ്റൻസി ക്രിയേറ്റ് ചെയ്യുള്ളൂ. കൺസിസ്റ്റൻസി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രാറ്റജി 2 വരണം. ലെവൽ 1 സ്ട്രാറ്റജി 2. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ നോ ലോസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടി ക്യാപിറ്റൽ കുറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞത്. 40,000 രൂപ ആ സ്ട്രാറ്റജി ഒക്കെ. നമുക്ക് റിസ്ക് കുറയും തോറും റിവാർഡും കുറയും. അതെല്ലാവരും മനസ്സിലാക്കുക. റിസ്ക് കൂടും തോറും, അതുകൊണ്ടാണ് ഓപ്ഷൻ ബൈയിങ് റിസ്ക് കൂടുതലാണ്, റിവാർഡ് അതിലേറെ കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കുക. റിസ്ക് കുറയും തോറും റിവാർഡ് കുറയും, റിസ്ക് കൂടുന്തോറും റിവാർഡും കൂടും. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ, ഈ ബേസിക്സിൽ അറിയേണ്ടതുണ്ടെങ്കിൽ. കാരണം ഇന്നത്തോടെ നമ്മൾ ബേസിക്സ് എല്ലാം വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് മൺഡേ നമുക്കൊരു ലൈവ് ട്രേഡിംഗ് ഉണ്ടാവും. ലൈവ് ട്രേഡിംഗിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുധനാഴ്ച നമ്മളെ ക്ലാസ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൈൽ പറഞ്ഞോ. മൺഡേ സ്ട്രാറ്റജി 2 ആണോ സാറേ ലൈവ് ട്രേഡ്? അല്ലല്ല, മൺഡേ നമുക്ക് ലൈവ് ട്രേഡ് സ്ട്രാറ്റജി 1 ഉം 2 ഒന്നല്ല. നമ്മൾ ഇന്നലെ പഠിച്ച ക്ലാസ്സിൽ സ്ട്രാറ്റജി 1 ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി എങ്ങനെ എടുക്കും, അതിന്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യും, അതിന്റെ ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യും, മനസ്സിലായില്ലേ എന്നുള്ള കാര്യം പഠിക്കും. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയാ പഠിക്കണത് എന്താണ്, മാർക്കറ്റ് ഡെപ്ത് പഠിക്കും. മനസ്സിലായി? കാരണം മാർക്കറ്റ് ഡെപ്ത് ഏതാണ് പ്രാക്ടിക്കൽ ആയിട്ട്. അതന്നെ ഇന്നലത്തെ ക്ലാസ്സിന്റെ എല്ലാത്തിനും പ്രാക്ടിക്കലാണ് നമ്മൾ നാളെ പഠിക്കുന്നത്. ആ ഡെപ്ത് നമുക്ക് ഇന്നലെ ഞാൻ വരച്ചെല്ലാം എഴുതിയെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് ഡെപ്ത്, ലൈവ് മാർക്കറ്റിലാണ് ആ ഡെപ്ത് എല്ലാം കാണുന്നത്. കാരണം ഇപ്പൊ ഡെപ്ത് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഡെപ്ത് എല്ലാം 0 കിടക്കുകയാണ്. അപ്പൊ നമുക്കത് ലൈവ് മാർക്കറ്റിൽ നോക്കിയാൽ മാത്രമേ അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ഡെപ്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഡെപ്ത് മനസ്സിലാക്കണതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗ്രാഫിന്റെ മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിന്റെ ഒരു എന്താ പറയുക, നമ്മള് ഇത് പറഞ്ഞ തിലകൻ പറഞ്ഞ മാക്സിന്റെ സ്പന്ദനം മനസ്സിലാവണം എന്ന് അറിയില്ലേ മറ്റേ സ്പടികത്തില് എന്നത് പറഞ്ഞ പോലെ, ആ ഗ്രാഫിന്റെ മൂവ്മെന്റിന്റെ സ്പന്ദനം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡെപ്ത് നമ്മൾ പഠിക്കുന്നത്. കാരണം അതുകൊണ്ട് മാത്രമേ ഒരു ഇമ്പോർട്ടന്റ് അത്ര നമുക്ക് ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്കത് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം നമുക്ക് ഇതൊക്കെ വരുമ്പോ ബേസിക്സ് അറിയുമ്പോൾ ചിലരൊക്കെ ഞാൻ പറഞ്ഞേ മെയിൻ ഇതിന്റെയൊക്കെ ഇന്റൻഷൻ നമുക്ക് ഒരാൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയണം. അതാണ് നമ്മൾ ഇന്റൻഷൻ. അല്ലാതെ നമ്മൾ ആ ഡെപ്ത് വെച്ചിട്ട് നമ്മൾ ഒരു ട്രേഡിലേക്ക് നമ്മൾ ഇറങ്ങണില്ല. ഓക്കെ, അപ്പൊ ഡെപ്ത് നമ്മൾ പഠിക്കണ്ടാവും. ഓക്കെ, ആ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ലൈവ് ട്രേഡിൽ പഠിക്കണുണ്ടാവും. ഓക്കെ, ഇതന്നെയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ എന്തെങ്കിലും ഞാൻ മിസ്സാക്കിയിട്ടുണ്ടാ? 4 കാര്യങ്ങൾ. ഒന്ന്, എൻട്രി എടുക്കണ എങ്ങനെ, എന്നുവെച്ചാൽ ഒരു സ്റ്റോക്ക് വാങ്ങണത്, സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കണത്, അതിന്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ എല്ലാം നമ്മളൊരു 10-15 മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്ത് നമ്മളെ വഴിക്ക് പോകും. പിന്നെ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. സ്ട്രാറ്റജി 1 ആയിരിക്കും. ഓക്കെ, സ്ട്രാറ്റജി 2 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ആവശ്യമില്ല. ബ്ലൈൻഡ് ആണ് സ്ട്രാറ്റജി 2. നമുക്ക് ജസ്റ്റ് 9:25 ആകുമ്പോൾ നിഫ്റ്റിന്റെ പ്രൈസ് നോക്കാം, അതിലേക്കുള്ള നമ്മൾ പറഞ്ഞ സ്ട്രൈക്കുകളെല്ലാം വാങ്ങി മിണ്ടാതെ തന്നെ ഇരിക്കാം. വൈകിട്ട് ഇടയ്ക്കൊക്കെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് P&L നോക്കാം. നമുക്ക് അത്രേ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എന്താ പറയാ പിന്നെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഈ 3-4 കാര്യങ്ങളാണ് നമ്മൾ അന്ന് പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് ട്രേഡിങ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഒരു എന്താ പറയുക, നമുക്ക് ട്രേഡിംഗ് അന്ന് ചെയ്യാം. നമുക്ക് വിഷയമൊന്നുമില്ല. സ്ട്രാറ്റജി 1 വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റോക്ക് 2 സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാനും നമ്മൾ നോക്കിയിട്ട് അതെല്ലാം നമ്മൾ അനാലിസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ട്രേഡിംഗ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. സൂം ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എല്ലാവരും സൂമിൽ തന്നെ ആയിരിക്കും വരുന്നത്, വാട്സാപ്പിലല്ല, സൂമിൽ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്? എന്താണ് സ്ട്രാറ്റജി 2 ഈസ് ബേസിക്കലി എ കോമ്പിനേഷൻ. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്? ഏതാണ്? ഈ പാറ്റേൺസും ക്യാൻഡിൽസും ഒക്കെ ഏത് ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്? നമ്മൾ ഓരോ സ്ട്രാറ്റജിക്കും ഓരോ ടൈം ഫ്രെയിം അല്ലേ. നമുക്ക് സ്ട്രാറ്റജി 1 വരുന്ന 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. സ്ട്രാറ്റജി 2 നമുക്ക് 10 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ് വരുന്നത്. 10 മിനിറ്റ്സ് ടൈം ഫ്രെയിം എന്നൊന്നുമില്ല, അത് ഓരോ സ്ട്രാറ്റജിക്കും നമുക്ക് ഓരോ ടൈം ഫ്രെയിം ആണ് വെച്ചേക്കുന്നത്. അത് ഓരോ സ്ട്രാറ്റജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഞാൻ സ്ട്രാറ്റജിയുടെ കാര്യമല്ല വെച്ചാൽ നമ്മുടെ ഈ ഇന്ന് പഠിപ്പിച്ചില്ലേ ഇന്നത്തെ എന്ന് പറയുമ്പോൾ പാറ്റേൺസും കാര്യങ്ങളൊക്കെ. പാറ്റേൺസ് ഓക്കെ. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ വെച്ചാൽ മതി.
മനസ്സിലായി? 5 മിനിറ്റ്സ് കാൻഡിൽ വെച്ചിട്ട് വേണം ആ ലൈവ് മാർക്കറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഓരോ ചാർട്ടും അസെൻഡിങ് ഒക്കെ വരച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മനസ്സിൽ വരുമ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും നാളെ എല്ലാവരും. ഓക്കെ, ഇതൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ ആവണുണ്ടോന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കോ. ഓക്കെ, അത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വെച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒന്ന് കുറച്ചും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. 5 മിനിറ്റ് ആണ് ബെസ്റ്റ്. മനസ്സിലായില്ലേ? ഇനി കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? കുറച്ചുകൂടി വ്യക്തത കിട്ടും നിങ്ങൾ ആ വരച്ചതിനും കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, ചാക്കോ സാർ എന്ന് പറഞ്ഞിട്ട് സ്ട്രാറ്റജി ടു ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് സ്ട്രാഡിൽ ആൻഡ് സ്ട്രാങ്കിൾ and 4 legs naked cell with unlimited loss in case of volatile with high volatile. സ്ട്രാഡിലാണ്, സ്ട്രാങ്കിൾ അല്ല. ഓക്കെ, സ്ട്രാഡിൽ നിന്ന് അതെന്താ പറയുക ഡെറിവേറ്റ് ചെയ്ത് വന്നേക്കുന്ന ഒരു സാധനമാണ്. സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ സ്ട്രാഡിലും സ്ട്രാങ്കിളും എന്താ പറയുക ഈ സ്പ്രെഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഓപ്ഷൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, ചാക്കോ സാറ് ചോദിച്ചത് എന്താ പറയുക സംഭവം ഇതാണ്. പക്ഷെ നമ്മള് സ്ട്രാറ്റജി എന്നുള്ളത് നേക്കഡ് സെല്ലിംഗ് ആണ്. അതിനോടൊപ്പം നമ്മൾ ഹെഡ്ജിങ് ചെയ്തിട്ട് എമൗണ്ട് കുറക്കണുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ ഹ്യൂജ് ലോസ്, അൺലിമിറ്റഡ് ലോസ് ആണ് കാണിക്കുക. നമ്മൾ ആ 2 ലക്ഷം 3 ലക്ഷം എത്ര നിങ്ങൾ 1 ലക്ഷം മുടക്കും, 1 ലക്ഷം മൊത്തം നിങ്ങൾ കയ്യിൽ നിന്ന് പോകും. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ പൈസ പോകൂല എന്ന് നമ്മളെ ഗ്രൂപ്പിൽ പ്രൂവൻ ചെയ്താണത്. ഓക്കെ, നമ്മളിപ്പോ ഓരോരുത്തരും അത് എന്താ പറയാ, ഞാൻ നേരത്തെ പ്രൂവ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓരോരുത്തരും എന്റെ ക്യാപിറ്റലിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് 90% ഞാൻ എന്റെ സെല്ലിംഗ് സ്ട്രാറ്റജീസിനാണ് യൂസ് ചെയ്യുന്നത്. 10% മാത്രമേ ഞാൻ എന്താ പറയുക ഇതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മള് എന്താ പറയാ 10% മാത്രമേ ഞാൻ ഈ സ്ട്രാറ്റജി 1-ലായിക്കോട്ടെ ഓപ്ഷൻ ബൈയിങ്ങിലായിക്കോട്ടെ ഇതിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നു. കാരണം ഒരിക്കലും ഓപ്ഷൻ ബൈയിങ്ങിലൊക്കെ പോയിട്ട് നിങ്ങൾ 10 ലക്ഷം 15 ലക്ഷം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. മനസ്സിലായില്ലേ? കിട്ടിയ ലാഭവും താങ്ങാൻ പറ്റൂല, നിങ്ങൾക്ക് പോയ കാശ് ലോസും താങ്ങാൻ പറ്റില്ല. കാരണം 10 ലക്ഷമൊക്കെ നിങ്ങൾ ഓപ്ഷൻ ബൈങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി മാറി. റിലയൻസ് എന്താ പറയാ LIC കാര്യമൊക്കെ വാങ്ങണ പോലത്തെ അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾ വാങ്ങി. അവിടെ നിങ്ങൾക്ക് ഒരു രൂപയുടെ മൂവ്മെന്റ് ലാഭം കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എന്താ പറയാ താങ്ങാൻ പറ്റില്ല. ചിലപ്പോ 1 രൂപയുടെ വ്യത്യാസം വന്നാൽ പോലും നിങ്ങൾക്ക് വരാൻ പോണില്ല കാശ് വരവ് ചിലപ്പോ ആ 10 ലക്ഷത്തിന്റെ ഡബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു 5 രൂപ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താ പറയാ ചിലപ്പോ 15 ലക്ഷം നിങ്ങളെ പ്രോഫിറ്റ് PNL കാണണം. അപ്പൊ നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റില്ല, നല്ല ഇറങ്ങി വീഴും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആരും എന്താ പറയുക ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വലിയ എമൗണ്ട് ഒന്നും എടുക്കരുത്. മാക്സിമം ഒരു ലോട്ട് 2 ലോട്ട് 3 ലോട്ട് ഇത്രയൊക്കെ മാക്സിമം വരാൻ പാടുള്ളൂ. നിങ്ങളെ ക്യാപിറ്റലിന്റെ 10% താഴെ ഒരിക്കലും ഒരു എന്താ പറയാ ഓപ്ഷൻ ബൈയിങ്ങിലായിക്കോട്ടെ ഇക്വിറ്റി സ്റ്റോക്ക് ബൈയിങ്ങിലൊക്കെ ഇക്വിറ്റി ക്യാഷ് ബൈയിങ് സെല്ലിങ്ങിലായിക്കോട്ടെ നിങ്ങൾ 10% കൂടുതൽ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ആഡ് ചെയ്യരുത്. മനസ്സിലായില്ലേ? അത് ഞാൻ എല്ലാവരും അടിവരായിട്ട് പറയണതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ റിസ്ക് കൂടുതലാണ്, അതേപോലെ തന്നെ റിവാർഡും കൂടുതലാണ്. ഇക്വിറ്റി ക്യാഷ് ബൈ ആൻഡ് സെല്ല്, അതേപോലെ തന്നെ ഓപ്ഷൻ ബൈയിങ്, ഈ 2 സാധനം നിങ്ങൾക്ക് എന്താ പറയാ. പക്ഷെ അതേ സമയത്ത് ഫ്യൂച്ചേഴ്സിൽ പോയിക്കോ, ഫ്യൂച്ചേഴ്സിൽ നിങ്ങൾ എടുത്തോ ഒരു കുഴപ്പമില്ല. ഫ്യൂച്ചേഴ്സിലും ഇതേപോലെ തന്നെ അൺലിമിറ്റഡ് ലോസും കാര്യങ്ങളും, പക്ഷെ അതൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിഫ്റ്റിയുടെ മൂവ്മെന്റ് പോലെ തന്നെ മൂവ് ചെയ്യും. നിഫ്റ്റി നമുക്ക് അതിനകത്ത് DK കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ പഠിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോ നിങ്ങൾ 10% മാത്രമേ ക്യാപിറ്റലിന്റെ എത്രയോ ആയിക്കോട്ടെ നിങ്ങളുടെ ക്യാപിറ്റല്, അതിന്റെ 10% മാത്രമേ ഓപ്ഷൻ ബൈയിങ്ങിനും ഇക്വിറ്റി ക്യാഷിന്റെ ബൈയിങ് സെല്ലിനും എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഓപ്ഷൻ സെല്ലിങ്ങിന് നിങ്ങൾ ഫുൾ ക്യാപിറ്റൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, കാരണം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് ചാക്കോ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ എന്ന് വെച്ചാൽ പുട്ട് മാത്രം നിങ്ങൾ നേക്കഡായിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞത് കറക്റ്റ് ആണ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ലോസ് പോകും. നിങ്ങൾ ആ 1 ലക്ഷം രൂപ എത്രയെന്ന് വെച്ചാൽ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്ത് പോകും. നമുക്ക് അതുകൊണ്ടാണ് 2 സൈഡിലും നമ്മൾ എടുക്കുക. അതുകൊണ്ടാണ് സ്ട്രാഡിൽ വരുന്നത്. സ്ട്രാങ്കിൾ ഇവിടെ വരുന്നില്ല, സ്ട്രാഡിലാണ് വരുന്നത്. സ്ട്രാഡിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ സ്ട്രാഡില് വരുമ്പോ 2 സൈഡും കാലുണ്ട്. നിഫ്റ്റി താഴോട്ട് പോയി കഴിഞ്ഞാല് പുട്ട് ഓപ്ഷൻ മുകളിലോട്ട് പോവും, കോൾ ഓപ്ഷൻ താഴോട്ട് വരും. അപ്പോഴും നിങ്ങൾ ഒരു മീഡിയം ഒരു പരിധിക്ക് അപ്പുറം നിങ്ങൾ ലോസ് പോകില്ല. അതേ സമയത്ത് നിങ്ങൾ താഴോട്ട് പോണ സമയത്ത് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോസിലായിരിക്കും.
അതേ സമയത്ത് താഴെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആരും പഠിക്കും. ഇപ്പൊ ഞാൻ മുപ്പര് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഓപ്ഷൻ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ എനിക്ക് അതിന്റെ ആൻസർ ക്ലിയർ ആയെന്ന് തോന്നുന്നു. 4 ലെഗ് അല്ല നമുക്കുള്ളത്, നമുക്ക് 6 ലെഗ് വരുന്നുണ്ട്. ഓക്കെ, 2 ബൈയിങ് ലെഗും കൂടി വരുന്നുണ്ട് നമ്മളെ സ്ട്രാറ്റജി 2-ല്. ഓക്കെ, 4 ലെഗ് സെല്ലിങ്ങിന്റെയും 2 ബൈയിങ്ങും 2 ലോട്ട് എന്താ പറയാ പുട്ടും കോള് 2 ലോട്ട് വെച്ച് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ പൈസ കുറച്ച് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈയിങ്. അപ്പൊ ടോട്ടൽ നമുക്ക് 6 ലെഗാണ് വരുന്നത്. ഓക്കെ 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 ഫൈൻ. അപ്പൊ വേറെ എന്തെങ്കിലും ഡൗട്ട് നമ്മൾ സ്ട്രാറ്റജിയിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നലത്തെ ബേസിക് ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ 32 ഒരു 35 ആകുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി ഡൗട്ട്സ് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ലൈവ് പീരീഡ് സമയത്താണെങ്കിലും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും എന്താ പറയുക, ഇനിയിപ്പോ ഓഫ് മാർക്കറ്റ് അവേഴ്സിലാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, റെക്കോർഡിങ്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡിങ്സ് നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ എന്താ പറയാ, നമുക്ക് ഇപ്പൊ നമ്മളെ സ്റ്റാഫ്സിന് എല്ലാവരും വിളിക്കണ സമയം ചിലതൊക്കെ തെറ്റിപ്പോടുന്നൊക്കെ പറയാറുണ്ട്. കാരണം നമ്മൾ ഓഫീസ് അവേഴ്സ് വരണമെന്ന് പറയുമ്പോൾ നമുക്കൊരു 10 to 6 ആണ്, അല്ലെങ്കിൽ 9 to 6 വരെയൊക്കെ ഓഫീസ് അവേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്തിലൊക്കെ നിങ്ങൾ വിളിച്ചാൽ കുഴപ്പമില്ല, അവരെ അറ്റൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ ആരും വിളിച്ച് ആരെയും ശല്യം ചെയ്ത്, കാരണം എന്റെ സ്റ്റാഫ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്ന് തെണ്ടും. അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയണത്. കാരണം എന്താ പറയാ, അവർക്ക് നമുക്ക് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വാട്സാപ്പിൽ നിങ്ങൾ ചെയ്തോ, അവര് വാട്സാപ്പ് കാണുമ്പോൾ അവര് റിപ്ലൈ ചെയ്തോളും. എല്ലാവരും നിങ്ങൾക്ക് ഗ്രൂപ്പ് മേജർ കോൺവെർസേഷൻ എല്ലാം നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ചെറിയ നിങ്ങൾക്ക് എന്താ പറയുക സില്ലി ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി വെച്ചിട്ടുള്ള സില്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പേഴ്സണൽ ആരും അറിയരുത് എന്നുള്ള വലിയ റെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണലായിട്ട് എന്താ പറയുക ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല, അതിന് റിപ്ലൈ ചെയ്യാം. പക്ഷെ മാക്സിമം നിങ്ങൾ ഗ്രൂപ്പ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ബിസി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ റിപ്ലൈ ചെയ്യും, അറിയണ ആൾക്കാർ. ഓക്കെ, അത് നമ്മളെ ഗ്രൂപ്പിൽ അത് കണ്ടുവരുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും അത് പേടിക്കണ്ട. എന്ത് സില്ലി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ അറിയില്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രൂപ്പിൽ തന്നെ നിഫ്റ്റി എവിടെ നിന്ന് എടുക്കണമെന്ന് ചോദിച്ച ഒരാൾ വരില്ല. പക്ഷെ അതൊന്നും അറിയില്ലാത്ത കാര്യം അറിയില്ല നമ്മൾ പറയണം. ആ ഒരു മൈൻഡ് നമുക്ക് വന്നാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ ഇത് വരുള്ളൂ. നമുക്ക് എവിടെയും എന്തും ആർജിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷെ നമുക്കൊന്നും ആർജിക്കാൻ പറ്റില്ല. നമുക്ക് ഷെയർ മാർക്കറ്റിലായിക്കോട്ടെ അറിയില്ല. ഇപ്പൊ എനിക്ക് അറിയില്ലാത്ത കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് ഏത് ബാച്ചിലാന്ന് അറിയില്ല, എനിക്ക് ഒരാള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സെൻസിബിളിന്ന് ഡയറക്റ്റ് നമുക്ക്. പക്ഷെ അത് അറിയാതെ നോക്കാൻ അത്ര കണ്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലേക്കൊന്നും. സെൻസിബിളിൽ കുറച്ച് മുമ്പ് എന്താ പറയുക പെയ്ഡ് ആയിരുന്നു, ഇപ്പോഴാണ് അത് ഫ്രീ ആയത്. ഓക്കെ, അപ്പൊ അന്നായിരുന്നാലും ആ ഒരു എന്താ പറയുക, നമ്മളെ ആ 199 ഉണ്ടായ ഒരു സ്റ്റുഡന്റ്, അത് ആരാന്ന് എനിക്ക് ഓർക്കണില്ല, എന്നിരുന്നാലും ആ സ്റ്റുഡന്റ് എനിക്കത് പറഞ്ഞു തന്നു. അത് ഞാൻ എന്താ പറയുക എഗ്രി ചെയ്ത് ആ രീതിയിൽ പിന്നെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് ആ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് റിപ്ലൈ കിട്ടും. കാരണം അറിയുന്ന ആൾക്കാർ അത് റിപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം പേഴ്സണൽ ആയിട്ട് അയക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, സ്റ്റാഫ്സിന് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. ഏതാണ്? അതെ, ഈ നമ്മുടെ ഈ കൈറ്റ്സില് മറ്റേ ഇത് വരുന്നില്ല, ചാർട്ട് വരുന്നത്, നമുക്ക് ട്രേഡിംഗ് വ്യൂല് അതുപോലെ ആക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് കൈറ്റില് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് പോകേണ്ട വലുത് ആവശ്യമുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നമ്മളെ പ്ലാറ്റ്ഫോമില് സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ലോഡായി വരാൻ ഒത്തിരി ടൈം എടുക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? കാരണം നമുക്ക് രണ്ടും സെറോ തന്നെയാണ്. സെറോദയിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ലോഡ് ആവുന്ന പറയുമ്പോൾ നമ്മളെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലോഡിങ് ഇഷ്യൂ ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് റീഫ്രഷ് അടിച്ചാൽ മതി. കാരണം ചില സമയത്ത് ലോഡിങ് ഇഷ്യൂ വരുന്നുണ്ട്, പക്ഷെ റീഫ്രഷ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിയർ ആവുന്നുണ്ട്. നമുക്ക് അതിന് മാത്രം ഒരു ഇല്ല. കാരണം എന്താ വെച്ചാൽ രണ്ടിലും അത് വേറെ പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ, ഇത് വേറെ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ട്രേഡിംഗ് വ്യൂവിന്റെ പ്ലാറ്റ്ഫോം ആയതിന് കാൻഡിൽ കുറച്ച് ഡിലേ ഉണ്ടാവും. ഇതാണ് എന്റെ മാർക്കറ്റ് വരാൻ ഇത്തിരി ഒരു എന്താ വെച്ചാൽ ബാക്കിയുള്ള ഡാറ്റാസ് ഡിലേ വരുന്നുണ്ട്. നമുക്ക് ലൈവ് മാർക്കറ്റ് കിട്ടാൻ എപ്പോഴും നിങ്ങള് ബ്രോക്കർ, നിങ്ങൾ ഏതാണ് ആപ്പ് യൂസ് ചെയ്യുന്ന ആപ്പിൽ തന്നെ ലൈവ് കറക്റ്റ് കിട്ടുള്ളൂ. എക്സാക്ട് ആയിരിക്കും അത്.
നിഫ്റ്റിയിൽ പോയി കഴിഞ്ഞാൽ 1 മിനിറ്റിന്റെ ഡിലേ ഉണ്ട്. നിഫ്റ്റി എന്നല്ല NSE പോയി കഴിഞ്ഞാൽ NSE ഡാറ്റയും നിങ്ങൾ ഈ എടുക്കുമ്പോൾ 1 മിനിറ്റ് ഡിലേ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പൊ ഓപ്സ്ട്ര ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഓപ്സ്ട്രേന്റെ പെയ്ഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഡാറ്റ, കറന്റ് ഡാറ്റ കിട്ടും. അല്ലാതെ പെയ്ഡ് അല്ലാത്തപ്പോ സ്റ്റോക്ക് മോക്ക് ഇവരൊന്നും പെയ്ഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് ഏതാണ് സെൻസിബിൾ നമുക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാലോ. ഓപ്ഷൻ ചെയിനിലേക്ക് അതും സീറോതൊക്കെ എല്ലാം സെയിം പ്ലാറ്റ്ഫോമാണ്. സെൻസിബിൾ എന്ന് പറയുമ്പോൾ നമ്മള് സീറോദേന്റെ ഒരു സ്ട്രാറ്റജി പ്ലാറ്റ്ഫോമാണത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസിനൊക്കെ വേണ്ടി നമുക്കത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ അതിന്റെ യൂസ് ചെയ്യുക. നമ്മൾ ഓപ്സ്റ്റൈലിൽ പോയിട്ട് ചെയ്യണത് നമുക്ക് സെൻസിബിളിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആ ഓപ്സ്റ്റൈലിൽ നമ്മൾ ബൈ സെല്ല് കൊടുക്കുമ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെൻസിബിളിൽ നമ്മൾ ബാസ്ക്കറ്റിലേക്കാണ് പോണത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ബാസ്ക്കറ്റിലേക്ക് പോകും. ബാസ്ക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് ഇതാക്കാം. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ തന്നെ നമുക്ക് സെൻസിബിളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആവശ്യമുള്ള സ്ട്രൈക്കുകൾ സെല്ലും ബൈയും കൊടുത്തു കഴിഞ്ഞാൽ നേരെ ബാസ്ക്കറ്റിലേക്ക് പോകും. ബാസ്ക്കറ്റിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. ഓക്കെ, പറഞ്ഞു. ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ക്ലോസ് ചെയ്താൽ സെൻസിബിൾ തന്നെ. എക്സിറ്റ് അടിക്കണം. നമുക്ക് സെൻസിബിളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഓർഡറിലേക്ക് പോയാൽ മതി. ഓർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ഓർഡറിൽ നമുക്ക് അല്ലെങ്കിൽ P&L പോയാലും മതി. പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പൊസിഷനിൽ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റും. സെൻസിബിളിന്റെ ആവശ്യമില്ല. എപ്പോഴും ബെസ്റ്റ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കും. കാരണം സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ഒരു ഡിലേ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. സെൻസിബിൾ സെയിം അവരുടെ പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞാലും ഒരു ഡിലേ ചാൻസസ് ഉണ്ട്. 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒക്കെ. മനസ്സിലായില്ലേ? നമ്മൾ ഡയറക്റ്റ് പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് അടിച്ച് അപ്പൊ തന്നെ എല്ലാം ആയിക്കോളും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അജിത് സാർ എന്തോ ചോദിച്ചു. ഈ സെൻസിബിള് നിങ്ങൾ പറഞ്ഞില്ലേ സെറോദന്റെ ഒരു പാർട്ടാണ്. അതിന്റെ പ്രൊമോട്ടർ ഒരു മലയാളിയാണെന്ന് പറയുന്നിട്ടു. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അതിനെ കുറിച്ച് അപ്പൊ സെൻസിബിള് സെറോദന്റെ യൂണിറ്റ് ആണ് അല്ലെ? സെൻസിബിൾ എന്ന് പറയുമ്പോൾ സെറോദന്റെ അത് വേറൊരു സെൻസിബിൾ ആദ്യം എന്ന് പറയുമ്പോൾ അത് വേറൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അത് സെറോദക്കാർ ഇപ്പൊ വാങ്ങി അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് സെറോദയിലെ എല്ലാവർക്കും അത് ഫ്രീ ആണ്. ഇപ്പൊ സെറോദ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും സെൻസിബിൾ ഫ്രീ. മുമ്പ് അത് ഫ്രീ അല്ലായിരുന്നു. സെൻസിബിൾ എല്ലാം പെയ്ഡ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ടിക്കർ വ്യൂവും ഇവർ വാങ്ങിയിട്ട് സീറോദ വാങ്ങിയിട്ട് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ അനാലിസിസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടിക്കർ ടേപ്പ്. സെൻസിബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ബ്രോക്കർ അല്ല. ഇൻഡിപെൻഡന്റ് ബ്രോക്കർ അല്ല, ഒരു സ്ട്രാറ്റജി ബിൽഡർ. ഓപ്സ്ട്ര പോലത്തെ ഒരു സ്ട്രാറ്റജി ബിൽഡർ ആയിരുന്നു. ഓക്കെ, അത് ഇവർ വാങ്ങിയതാണ്. എന്നിട്ട് ഇവര് ക്ലബ് ചെയ്തിട്ട് സെൻസിബിൾ സീറോദക്കാർക്ക് ഇപ്പൊ എല്ലാവർക്കും അത് ഫ്രീ ആണ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് നമ്മള് മൺഡേ 9 o'clock നമുക്ക് 9 o'clock നമുക്ക് നോക്കാം. കുഴപ്പമില്ല. ഒരു ടൈമിംഗ് ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് ഞാൻ ചിലപ്പോൾ നേരത്തെ ആക്കാം. ഞാൻ ലിങ്ക് അയക്കുമ്പോൾ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഒരു 9:50 ഒക്കെ. കാരണം നമുക്ക് എന്താണ് മെയിൻ ആയിട്ട് പറയുമ്പോൾ നമ്മൾ അതാണ് മറന്നുപോയത്. 5ാമത്തെ ഒരു പോയിന്റ് കൂടി ഓട്ടോമേഷൻ ഷീറ്റ് ജസ്റ്റ് നമുക്കൊരു പറഞ്ഞു. അത് 9 മണിയായാലും കുഴപ്പമില്ല. നമുക്ക് 9:30 ഉണ്ടല്ലോ നമുക്ക് സമയം. 9 മണിക്കാണ് നമുക്ക് തുടങ്ങാം കേട്ടോ. 9 മണി തൊട്ട് 9:30 വരെ നമുക്ക് എന്തായാലും സമയമുണ്ട്. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമുക്ക് ചെയ്യാം. നമുക്ക് ലൈവ് ട്രേഡിംഗ് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ചോദ്യം. പറഞ്ഞു സാറേ. ഒരു ബെയറിഷ് കാൻഡിൽ അല്ല, ഒരു ബുള്ളിഷ് കാൻഡിൽ വന്ന് നിൽക്കുന്നു. അതിനുശേഷം അത് സാമാന്യമായ ഒരു വലുപ്പമുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ ഗ്രീൻ. അതിനുശേഷം ഒരു ഡോജി കാൻഡിൽ വന്നു. അപ്പൊ അതിന്റെ അർത്ഥം ട്രെൻഡ് റിവേഴ്സലാണല്ലേ? അതിന്റെ അർത്ഥം ട്രെൻഡ് റിവേഴ്സൽ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡിസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോജി കാൻഡിലല്ലേ വന്നേക്കണേ. ഇൻഡിസിഷൻ നടക്കുകയാണ്. എങ്ങോട്ട് വേണം, ഒന്നല്ലെങ്കിൽ മുകളിലോട്ട് പോകാം അല്ലെങ്കിൽ താഴോട്ട് പോകാം. അതന്നെ. അപ്പോ ചിലപ്പോ താഴോട്ട് പോയി കഴിഞ്ഞാൽ റിവേഴ്സൽ എന്ന് പറയാൻ പറ്റൂല. മുകളിലോട്ട് പോയാൽ മാത്രമേ റിവേഴ്സൽ പറയാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്. ഡോജിയുടെ തൊട്ട മുന്നില് ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ അടുത്തത് ബെയറിഷ് ആണെങ്കിൽ അത് റിവേഴ്സ് ട്രെൻഡ്. ഫസ്റ്റത്തെ ബുള്ളിഷ് കാൻഡില് അത് കഴിഞ്ഞിട്ട് ഡോജി വന്ന് അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മളെ ഇപ്പൊ പഠിച്ച സംഭവത്തിലാണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിഞ്ഞാണ്. ആദ്യത്തെ
നമുക്ക് എന്താ പറയുക ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു റെഡ് കാൻഡിൽ, അത് കഴിഞ്ഞ് ഡോജി വന്നു കഴിഞ്ഞിട്ട് ഗ്രീൻ കാൻഡിൽ വരുമ്പോ നമുക്ക് റിവേഴ്സ് പോകും. അതേപോലെ തന്നെ നേരെ തിരിച്ച് നേരെ മുകളിലോട്ട് പോകും. മോളിൽ പോകുമ്പോ ഗ്രീൻ കാൻഡിൽ വന്ന് ഡോജി വന്ന് റെഡ് വന്നു കഴിഞ്ഞാൽ താഴോട്ടേക്ക് വരും. ഓക്കെ, അത് നമ്മളാ ഇന്നത്തെ പാറ്റേൺ ആണ് അത്. ഓക്കെ, അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അത് ഒരിക്കലും സ്ട്രാറ്റജി അല്ല കേട്ടാ. അത് ഒരിക്കലും സ്ട്രാറ്റജി അല്ല. ഇതെല്ലാം കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ്. മനസ്സിലായി? ഒരിക്കലും അത് സ്ട്രാറ്റജി. അതുകൊണ്ടാണ് നമ്മൾ അത് വേവ് ആയിട്ട് പഠിപ്പിച്ചു പോയത്. അല്ലെങ്കിൽ ഞാൻ സ്ട്രാറ്റജി ആണെന്ന് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരുന്നു. ഓക്കെ, നമുക്ക് അത് വെച്ചൊന്നും നമുക്ക് എൻട്രി ഒന്നും എടുക്കാൻ പറ്റില്ല. ലോസ് ഒക്കെ വരാൻ ഒരുപാട് ലോസേ കൂടുതൽ വരുള്ളൂ. അത് വെച്ചൊക്കെ ജനറൽ ആയിട്ട് ട്രെൻഡ് മനസ്സിലാക്കാം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നമ്മൾ സ്ട്രാറ്റജിയിൽ ഏതെങ്കിലും ഒക്കെ ഒരു ഇപ്പൊ നമ്മൾ സ്ട്രാറ്റജി 1 ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ട്രാറ്റജി 1 0.7 മേലെ നമുക്കൊരു 1.5 1.2 ഒക്കെ കിട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അപ്പൊ ട്രെയിൽ ചെയ്ത് മുന്നോട്ട് ലാഭം എടുക്കാൻ വേണ്ടി മാത്രം, അതിനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ അത് വെച്ച് നമുക്ക് ഒരിക്കലും എൻട്രി ചെയ്യരുത്. നമ്മൾ എൻട്രി ചെയ്ത ട്രേഡിൽ കുറച്ചും കൂടി 0.7 മാറ്റി 1.5 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ വേറെ ഒന്നും നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും ഒരു പെർസെന്റേജ് വെച്ച് ഓരോ സ്ലാബിലും ഇന്ന പെർസെന്റേജ്, സ്റ്റോപ്പ് ലോസിന് ഇന്ന പെർസെന്റേജ് എല്ലാം വെച്ച് നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ മാത്രം, നമുക്ക് വേറെ തലവേദനകളും വരക്കലും പിരിക്കലും ഒന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഇവിടെ എല്ലാവരും പടക്കം പൊട്ടിച്ചോണ്ടിരിക്കും. ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. ഓക്കെ ഫൈൻ. സെയിം ടു യു.